രാജൻസ്കറിയ ദിയക്കെതിരെ ഒരു വലിയ വാർത്ത ഇത് മോനെ വിൽക്കാൻ ശ്രമിച്ചു എന്ന്. ഞാൻ കാണുമ്പോൾ സോഷ്യൽ മീഡിയ ഒരു ദിവസം തുറന്നു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും ഇന്നത്തെ ദിവസം വെളിയിറങ്ങിയ കാലോ കയ്യോ തലയോ വെട്ടിക്കളയും. പാവം പിടിച്ചൊരുത്തൻ, അയ്യോ അവന് കഴിവില്ലാത്തതുകൊണ്ടല്ലായിരുന്നെങ്കിൽ വേറെ എവനെങ്കിലും ആയിരുന്നെങ്കിൽ എന്ന രീതിയിലൊക്കെ സംസാരിക്കണം മനുഷ്യർ ഇഷ്ടം പോലെ. ജാമ്യം കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ അന്ന് അവൾ ഇറങ്ങരുത് എന്നുള്ളത് കൊണ്ട് ഇത് വെച്ചിട്ട് ഞാനൊക്കെ കൂട്ടിക്കൊടുപ്പുകാരാക്കിയായിരുന്നു അയാളുടെ ആദ്യത്തെ. എന്നെ കുറേ വിറ്റു. അവർ ഓൾറെഡി ഒരു റീച്ചിനകത്താണ് നമ്മളായിട്ട് അപരാധിക്കാൻ ഇട്ട് കൊടുത്തേക്കണം. മറ്റേത് കണ്ട പെണ്ണുങ്ങളുടെ രഹസ്യഭാഗത്ത് ക്യാമറ ഉണ്ടെന്ന് വെച്ചിട്ടാണല്ലോ നിങ്ങൾ ചിത്രീകരിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. എത്ര സ്ത്രീകളാണെന്നറിയാം, എനിക്ക് സ്ത്രീകളുടെ പേര് പറയാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ്. എത്ര സ്ത്രീകൾ ഇയാളുടെ ഇരയാക്കപ്പെട്ട് ആദ്യം പ്രവർത്തകൻ അയാളെ വിളിക്കാൻ പറ്റില്ല. ഹൈക്കോർട്ട് പൃഥ്വിരാജിന്റെ കേസ് എടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരുപാട് കാശൊന്നും കൊണ്ടുവന്നിട്ട് ഇൻഫർമേഷൻ കൊടുക്കാനൊന്നും പറ്റത്തില്ല. വോൾട്ടാസിന്റെ പുതിയ ഹെപ്പ ഫിൽറ്ററുള്ള പൂർണ്ണമായും 6 അഡ്ജസ്റ്റബിൾ ടണേജ് മോഡലുകളിൽ കുളിർമയുള്ള കാറ്റ് നേരെ നിങ്ങളുടെ വീട്ടിൽ. നമസ്കാരം, എന്നോടൊപ്പം ഇന്ന് ദിയ സനയാണുള്ളത്. ദിയ നമസ്കാരം. നമസ്കാരം. ദിയയെക്കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ നല്ലൊരു മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നും ഒത്തിരി വിമർശനങ്ങൾക്ക് വിധേയായ ഒരു സ്ത്രീ എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റുവോ? ഇല്ല. ജീവിതം ഒത്തിരി വഴിതാണ്ടി അല്ലേ? അതെ. കരകയറാൻ വേണ്ടി ഇപ്പോഴും കരകയറാനുള്ള യാത്രയിലാണ്. തീർച്ചയായിട്ടും ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് ആണ് പിന്നീട് ദിയെ ഒരു കൈപിടിച്ചു ഉയർത്തിയ ഒരു പേരിലേക്കും പ്രസക്തിയിലേക്കും കൊണ്ടുവന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റുമോ? ബിഗ് ബോസ് എന്ന് പറയുന്നത് ആളുകൾ എന്നെ കൂടുതൽ ശ്രദ്ധിച്ചു എന്നുള്ളത്. ശ്രദ്ധിച്ചു. എൻ്റെ ഹാർഡ് വർക്ക് എന്ന് പറയുന്നതും ബിഗ് ബോസുമായിട്ട് ഭയങ്കര അന്തരമുണ്ട്. കാരണം അതൊരു ഷോ മാത്രമാണ്. അവർ നമുക്ക് പൈസ തന്നു, കാശ് തന്നു, നമ്മളൊരു ഷോയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ അവിടെ പോയി പെർഫോം ചെയ്ത് തിരിച്ചു പോരുന്നു. അത് ജനങ്ങൾ കൂടുതലായിട്ട് സാമൂഹ്യ പ്രവർത്തകയായ ദിയാസന എന്ന ഒരു പേര് ആളുകൾക്ക് അറിഞ്ഞു. അത്ര മാത്രമേ ഉള്ളൂ. അത് അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് ചെറുതായിട്ടല്ല ഞാൻ കാണുന്നത്. അതൊരു വലിയൊരു ഒരു ശ്രദ്ധ തന്നെയായിരുന്നു അത്തരം ഒരു ഷോയിലൂടെ വന്നത്. പക്ഷെ ഞാൻ എടുത്ത ഒരു എഫേർട്ടും ഞാൻ വന്ന വഴികൾ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രഗിളിങ് ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ദിയാസനെ ആക്കി എന്നുള്ളത് ഞാൻ ഒരിക്കലും എടുക്കില്ല. ദിയാസനെ ബിഗ് ബോസിൽ വന്നപ്പോൾ വീണ്ടും ശ്രദ്ധിക്കപ്പെട്ടു. അതാണ് കൃത്യം അല്ലേ? ദിയ ഈ കടന്നു വന്ന പാതയിലെല്ലാം വലിയ കല്ലും മുള്ളുമായിരുന്നു. അതൊക്കെ എങ്ങനെ തരണം ചെയ്തു? ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്നാണ് ദിയ വന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതൊരു ഫാമിലി, ഉമ്മ ഉണ്ടായിരുന്നു, ഉപ്പ ഉണ്ടായിരുന്നു അല്ലേ? പിന്നീട് വിവാഹത്തിലേക്ക് പോയി. ഇതൊക്കെ വലിയൊരു പ്രതിസന്ധി കാലഘട്ടത്തിലാണ് പോയത്. ദിയ ഒത്തിരി സങ്കടങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ പുറത്താരെയും കാണിച്ചിട്ടില്ല. എപ്പോഴും ചിരിച്ച മനസ്സോടുകൂടി ഒരു ധൈര്യശാലിയായ ഒരു പെൺകുട്ടിയായിട്ടാണ് ദിയ നിന്നിരുന്നത്. എങ്ങനെയാണ് കുടുംബത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ടിൽ നിന്ന് മാറുകയും പിന്നീട് ദിയ പുറത്തേക്ക് ചാടുകയും ചെയ്യുന്നത്? ഫാമിലി നമ്മളെ ഭയങ്കരമായിട്ട് വീടിനുള്ളിലൊക്കെ വെച്ച് എല്ലാം നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ ചെറിയ പ്രായത്തിലുള്ള വിവാഹവും അത് അവർ കൊണ്ടുവന്ന പാർട്ട്ണർ അത് ശരിയല്ലാത്തത് കാരണമൊക്കെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, പിന്നെ പ്രശ്നങ്ങളിലേക്ക് ആയപ്പോഴത്തേക്കും അടുത്ത വിവാഹം എന്നുള്ള രീതിയിലൊക്കെ കുടുംബക്കാർ എല്ലാ കുടുംബത്തിനകത്തും ഉള്ളതുപോലെ തന്നെ അയാൾ പ്രശ്നമായി പോയി, അയ്യോ അത് ഒരു അബദ്ധം പറ്റി, ഇനി കൊച്ചിന് വേറൊരാളെ കണ്ടുപിടിക്കാം എന്നൊക്കെ ഉള്ള അടുത്ത സ്റ്റെപ്പിലേക്കൊക്കെ നീങ്ങുന്ന സമയത്ത് മാനസികമായിട്ട് ഭയങ്കര വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. കാരണം ഓൾറെഡി ഈ ജീവിതത്തിലേക്ക് കടന്നിട്ട് അവിടെ നിന്നുണ്ടായ അനുഭവവും ഈ പറഞ്ഞ ഹസ്ബൻഡ് ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി ആയിക്കോട്ടെ അവരിൽ നിന്നൊക്കെ ഉണ്ടായ അനുഭവവും മറ്റൊക്കെ കൊണ്ടിട്ട് മാനസികമായിട്ട് ഭയങ്കര ട്രോമയിലിരിക്കുന്ന ഒരു സ്റ്റേജായിരുന്നു. വീട്ടുകാർ പറയുന്ന മാത്രം അനുസരിക്കുന്ന, വീട്ടുകാർക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു മകളായിട്ട് ജീവിച്ചു പോകുന്ന ഒരാളാണ്. ഒരു സർക്കിൾ മാത്രം, എൻ്റെ ഏരിയയിൽ മാത്രം നിന്ന് അവിടുത്തെ നാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെയൊക്കെ കണ്ട് പുറത്തേക്ക് ഒരു 10 കിലോമീറ്റർ ഇപ്പുറത്തേക്കൊന്നും സഞ്ചരിച്ചിട്ടുള്ള ഒരു കഥ പോലും ഇല്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വല്ല റിലേറ്റീവ്സിൻ്റെ കല്യാണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും വീട്ടുകാർ കൊണ്ടുപോയാലായി അങ്ങനെ ജീവിച്ചു വന്ന ഒരാളാണ്. അപ്പം അവിടെ നിന്ന് രണ്ടാമത് ഇത്തരത്തിലൊരു വിവാഹത്തിലേക്കൊക്കെ ഉള്ള പുഷിങ്ങും സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് വീടൊക്കെ വിട്ടിറങ്ങുന്നത്. അത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചു. പക്ഷെ അത് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി എൻ്റെ വാപ്പായോ എൻ്റെ ഉമ്മായോ എൻ്റെ അനിയത്തിയോ ഒന്നുമല്ല, എൻ്റെ ഉമ്മാടെ ആൾക്കാരിൽ നിന്ന്.
ഭയങ്കരമായിട്ട് എൻ്റെ ഉമ്മയെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. ഉമ്മ മൂത്ത മകളാണ്, അപ്പോൾ ഉമ്മയെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. ഞങ്ങളെ കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു പെണ്ണില്ല, ഇവളെന്താ ഇങ്ങനെ നടക്കണം, അങ്ങനെയൊക്കെ പണ്ട് മുതലേ ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളിലും സ്കൂൾ തലത്തിലൊക്കെ ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ നമ്മളെ സ്കൂൾ തലത്തിൽ ആക്റ്റീവ് ആണെങ്കിൽ പോലും ഒരു കാര്യത്തിനും നമ്മളെ പുറത്തേക്കൊന്നും കൊണ്ടുപോകുന്ന ഒരു ചരിത്രവും നമുക്കില്ല. ആ സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ കുടുംബക്കാരെന്ന് പറഞ്ഞാൽ, അതായത് അവർ തന്നെയാണ് എടുത്ത് വളർത്തിയെന്ന് പറയുമ്പോഴും അവർക്ക് ഭയങ്കര നാണക്കേട്. ഇന്ന് അവരുടെ മക്കളൊക്കെ വലുതായി അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ ഇച്ചിരി ഒന്ന് ഫോർവേഡായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ അവർക്കതിൽ പ്രശ്നമില്ല. അതേസമയം ഞാൻ അന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പുരികം ത്രെഡ് ചെയ്താൽ തന്നെ കൈയുടെ വെള്ളയിൽ അടി കിട്ടുന്ന ഒരു കുടുംബമാണ് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ നിന്ന് ഞാൻ സർവൈവ് ചെയ്ത് ഇന്ന് ഇവിടെ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധങ്ങളും കുടുംബങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ്. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഞാൻ അവളെ ഉപേക്ഷിച്ചതാണെന്ന് പറയും. ആ രീതിയിലാണ് കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴും അടച്ചിട്ട വാതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സ്വാതന്ത്ര്യം വേറെയാണ് അല്ലേ? ആ സ്വാതന്ത്ര്യം അല്ലായിരുന്നു. ഞാൻ ഭയങ്കര റിസ്ക് ആയിട്ട് എനിക്ക് എവിടെ ജീവിക്കാൻ അതിന് അവസരം എനിക്ക് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മൾ അടച്ചിട്ട് ഇപ്പൊ സാധാരണ നമുക്കറിയാം ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ പൊതുവെ സ്കൂളിലൊക്കെ ഞാനത് ഫേസ് ചെയ്യുന്നുണ്ട് ഇന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ ആ സമയത്ത് ഞാൻ ഭയങ്കര പേടിച്ചിട്ട് വിറച്ചിട്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് അറിയില്ല എന്ത് സംഭവിക്കും ഏത് സംഭവിക്കും. തെരുവിൽ കിടന്ന് വളർന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് എവിടെയാ വരുമാനം ഉള്ളത്, എനിക്ക് എന്താ ജോലി? ഏത് പ്രായത്തിലാ തെരുവിൽ കിടന്നു? 18 വയസ്സ്. എത്ര നാള് തെരുവിൽ കിടന്നു? കുറെ നാൾ, ഒരു 3 മാസം അടുപ്പിച്ചൊക്കെ കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷവും വേറൊരു ഫാമിലിയിൽ പോയി അവിടെ നിന്ന് പിന്നെ ഇറങ്ങി വന്നിട്ട് 1 മാസത്തോളമൊക്കെ ആർക്കും അറിയത്തൊന്നുമില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവമൊന്നും. വേറെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഫാമിലിയിലേക്ക്, ഒരു ഫ്രണ്ടിന്റെ ഫാമിലിയിൽ ഞാൻ എന്താ പറയുക ഹോം നഴ്സിംഗ് പോലെ ഒരു അമ്മമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയി അവിടെ നിന്ന് ചെറിയ വരുമാനമൊക്കെ കിട്ടിയിട്ടുണ്ടായി. പിന്നെ അവിടെ നിന്ന് അവരെയും കൊണ്ട് പുറത്തേക്ക് പോയപ്പോഴത്തേക്ക് ഫാമിലിയായിട്ട് പുറത്തേക്ക് പോയപ്പോൾ പിന്നെ എനിക്ക് വേറെ ഇടങ്ങളൊന്നും ഉണ്ടായില്ല. അവൾ എൻ്റെ അടുത്തൊന്ന് മാറണം, എങ്ങോട്ടെങ്കിലും നമുക്ക് ഇതാവണമെന്ന് പറഞ്ഞപ്പോൾ മാറി. പിന്നീടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെയൊക്കെ പരിചയപ്പെടുന്നത്. അവളായിട്ട് തന്നെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൂടുതലും ഫേസ്ബുക്ക്, അന്ന് ഓർക്കുട്ടൊക്കെ ആയിരുന്നു, ഓർക്കുട്ടൊക്കെ പഠിപ്പിച്ചു തരുന്നു, മൊബൈലെടുത്ത് തന്ന്. അങ്ങനെ ഞാൻ ചുമ്മാ ആളുകൾക്ക് റിക്വസ്റ്റ് ചെയ്തു. എനിക്ക് ഒരാളുമായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. അങ്ങനെയൊക്കെ അയച്ചിട്ടൊക്കെ ആളുകളായിട്ട് കോൺവെർസേഷൻസ് നടന്ന്, കമ്മ്യൂണിക്കേഷൻസ് നടന്ന്, അങ്ങനെ കാണാതെ തന്നെ ഇതായി അതായി അവിടെ നിന്ന് ഇങ്ങനെ കയറി പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം മുതൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഫേസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. ഒറ്റയ്ക്ക് എല്ലാം സർവൈവ് ചെയ്തിട്ടുള്ളത്. ഇന്നും എൻ്റെ വീട്ടിൻ്റെ മതിലിൻ്റെ ഇപ്പുറത്തേക്ക് ആൾക്കാരും ഇറങ്ങിയിട്ടില്ല. ഇല്ല. ഈ തെരുവിൽ താമസിച്ചു 3 മാസം. അപ്പം വീട്ടിൽ നിന്നും എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് ഉമ്മയൊക്കെ അപ്പം ഉമ്മയൊക്കെ എന്ത് വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് പിന്നീട് ചിന്തിച്ചിട്ടൊക്കെ ഉണ്ട്, ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. ഉമ്മച്ചി ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ ഉമ്മച്ചി മാനസികമായിട്ട് നല്ല പ്രശ്നത്തിലായിരുന്നു. പക്ഷെ എൻ്റെ ഉമ്മച്ചിക്ക് അറിയുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഞാൻ കൊടുക്കുമായിരുന്നു. കാരണം ഞാൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ വന്ന് കിടക്കുന്നത്. എനിക്ക് ബന്ധങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ എവിടെയാണെന്ന് ആ ബന്ധങ്ങളോടും പറയില്ല. പക്ഷെ ഞാൻ ഓക്കെയാണ്, ഞാൻ വിളിച്ചിരുന്നു ഉമ്മ അടുത്ത് പറയണേ. അന്ന് ഉമ്മയോടാണ് ഇഷ്ടവും കിടപ്പാടും ഇഷ്ടമല്ല. ഇന്നും ഉമ്മയായിട്ട് ഒരുമിച്ചല്ലേ ജീവിക്കുന്നത്? അതെ തീർച്ചയായിട്ടും. ഉമ്മച്ചി 15 കിലോമീറ്റർ അപ്പുറത്താണ് ഞാനൊരു വീടെടുത്ത് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. കാരണം എൻ്റെ നാടിപ്പോഴും ആ ഒരു ഓർത്തഡോക്സ് ഏരിയ ഒക്കെയാണ്. അപ്പോൾ എപ്പോഴും രാത്രി കാലങ്ങളിലൊക്കെ പോയി വരലൊക്കെ ഭയങ്കര റിസ്ക് ഉള്ളത് കാരണം, ഇച്ചിരി ലോങ്ങും കൂടിയാണ് ഡിസ്റ്റൻസ് ഉള്ളത് കാരണമൊക്കെ അവരൊക്കെ അവരുടെ കാര്യം കഴിഞ്ഞ് ഒരു സമയം കഴിയുമ്പോൾ ഉറങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കണം. മാത്രമല്ല എനിക്ക് എൻ്റെ ഏരിയയിൽ എൻ്റെ കുടുംബക്കാരുടെ ഇടയിലൊന്നും നിൽക്കാൻ എനിക്ക് പിന്നെ അങ്ങോട്ട് കംഫർട്ടബിൾ. ഇപ്പൊ ബന്ധുക്കളുമായിട്ട് എങ്ങനെയാണ്? ഇല്ല, എനിക്ക് എൻ്റെ ഒരു കൊച്ചാപ്പ എൻ്റെ അടുത്ത് സംസാരിക്കും, അവരുടെ 2 മക്കൾ എൻ്റെ അടുത്ത് സംസാരിക്കും. വേറെ ആളുകളായിട്ട് അടുത്തും ഒരു ബന്ധമില്ല. ഈ പറഞ്ഞ ഉമ്മയുടെ അനിയത്തിയാണ് കുഞ്ഞുമ്മ, അവർ പോലും ഇല്ല. പക്ഷെ അവരുടെ ഹസ്ബൻഡും പിള്ളേരും തമ്മിൽ ഞാൻ സംസാരിക്കും ഇടയ്ക്കൊക്കെ. അല്ലാതെ ഒരാളുമായിട്ട്, ഒരു മനുഷ്യനുമായിട്ട് ഇപ്പൊ ആരെങ്കിലും ഉപദേശിക്കാൻ വരാറുണ്ട്? ഉപദേശിക്കാൻ വരാൻ സമ്മതിക്കില്ല, ഞാൻ ഇടം കൊടുക്കാറില്ല, അങ്ങനെ വരലുമില്ല. പണ്ടുമില്ല ഇന്നുമില്ല. പണ്ടുണ്ടായിരുന്നു, അത് നമുക്ക് കേൾക്കും. പണ്ട് കേൾക്കും, അടി കിട്ടും, അടി വാങ്ങിക്കും, അങ്ങനെയൊക്കെ. ഏറ്റവും കൂടുതൽ അടിച്ച എന്തിനായിരിക്കും? ഡ്രസ്സിംഗ് രീതിയിലായാലും കൂടുതൽ അത് വസ്ത്രധാരണവും കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. അത് ആ കുടുംബത്തിനൊക്കെ ഒത്തനുസരിച്ചുള്ള കുട്ടിയായിട്ട് തന്നെയാണ് വളർന്ന് ജീവിച്ചതൊക്കെ. അവിടെ ചുമ്മാ ഒന്ന് പിരികം ത്രെഡ് ചെയ്തതിന് അടിക്കും, മൈലാഞ്ചി കമ്പ് ഓടിച്ചെന്ന് പറഞ്ഞ് അടിക്കും, അങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പണ്ട് പാട്ട് പാടാനൊക്കെ സ്റ്റേജിൽ പോകുമായിരുന്നു. അപ്പോൾ ഈ ഓണപരിപാടി ക്രിസ്മസ് പരിപാടിയൊക്കെ വരുന്ന സമയത്ത് 2-3 സ്റ്റേജുകൾ അപ്പുറത്തപ്പുറത്ത് ഉണ്ടാവും. അതായത് ഒരു സ്ഥലത്തല്ല, ക്ലബ്ബുകളിൽ. അപ്പോൾ ഒരു ക്ലബ്ബിൽ പാടിയിട്ട് അപ്പുറത്തെ ക്ലബ്ബിൽ പോയി, അപ്പുറത്തെ ക്ലബ്ബിൽ പാടി ഇപ്പുറത്ത് പോയിട്ട് അങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കുമ്പോൾ ലേറ്റൊക്കെ ആവും വരാനൊക്കെ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ
ഒക്കെ കുറേ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചില സിറ്റുവേഷൻസിൽ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വീട്ടിൽ എന്തൊരു സാധനം ഇത് കണ്ടില്ലെങ്കിലും അപ്പോൾ വിളിച്ചിട്ട് അത് കുട്ടികളെ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ക്രിട്ടിസൈസിങ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം മറ്റു കുട്ടികൾ ചെയ്യുന്നതും കൂടെ, അനിയത്തിമാര്, കുഞ്ഞുമ്മയുടെ മക്കളുമാർ അവരൊക്കെ ചെയ്യുന്നതും കൂടി ഞാൻ ഏറ്റുവാങ്ങുന്ന ഒരു ഇതായിരുന്നു. മൂത്ത കുട്ടി എന്നുള്ള രീതിയിൽ എന്നെ ശാസിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് ചിന്തിച്ച് വരുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ അവർ വളർത്തുന്ന മക്കളായിട്ടങ്ങ് ജീവിക്കുമ്പോൾ ചെറിയ കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യപ്പെടുന്ന അവസ്ഥ വന്നിരുന്നു എന്നുള്ളതാണ്. ഉപ്പാടെ വീട്ടുകാർ എങ്ങനെയാണ്? വാപ്പാടെ വീട്ടുകാർ എല്ലാവരും അവരൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ആൾക്കാർ തന്നെയാണ്. വാപ്പാടെ ആൾക്കാരെന്ന് പറയുന്നത് അത് വാപ്പാക്കും ഈ പറഞ്ഞ പോലെ അനിയന്മാരൊക്കെയാണ് കുറച്ച് പേരുള്ളത്, ഒരു അനിയത്തിയുള്ളത്, മാമി ഒരാള്, അവരും വാപ്പ എല്ലാവരും നല്ല കാര്യം തന്നെയാണ്. എപ്പോഴെങ്കിലും ഒക്കെയാണ് സംസാരിക്കണം എന്നേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ലൈഫ് സേഫ് ആണ്. പക്ഷെ അവരെ ഒന്നും ചോദിക്കാനൊന്നും വരത്തില്ല. അവരെ കാര്യങ്ങളായി അവര് പാടായി, അത്ര തന്നെ. അവർക്ക് കാര്യങ്ങളുണ്ട്, അത് അത്രേ ഉള്ളൂ. വാപ്പ മാത്രം തന്നെ വന്ന് നിന്നിട്ട് നമ്മളടുത്ത് ശാസിക്കുകയോ ഉപദേശിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. വാപ്പ ഇപ്പം സഹകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറെ നാളൊന്നും ഇല്ലായിരുന്നു, വലിയ പ്രശ്നങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പൊ ഇപ്പൊ സഹകരിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലേ? ഒരു മോൻ അല്ലേ? ഒരു മോൻ എത്ര വയസ്സായി? 16 വയസ്സ്. 16 വയസ്സായി അല്ലേ? 16 വയസ്സായ മോൻ ആരുടെ കൂടെ നിൽക്കുന്ന? ഉമ്മയുടെ കൂടെ. ചെറിയ പ്രായം മുതലേ എന്റെ ഉമ്മയുടെ കൂടെ തന്നെ, പ്രസവിച്ചത് മുതലേ എന്റെ ഉമ്മച്ചിയുടെ അടുത്ത് തന്നെയാണ് എന്റെ മോൻ. വിവാഹം വേണ്ട എന്ന് വെക്കാനുള്ള കാരണം? അതിന്റെ വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ശാരീരിക അക്രമങ്ങളും മാനസിക അക്രമങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ആളിൽ നിന്നും അവരുടെ കുടുംബത്തിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് മറ്റേ ഈ സ്വത്തിനും മുതലിനും വേണ്ടിയിട്ടൊക്കെ ഉള്ള ശ്രമങ്ങളും എൻ്റെ ഉമ്മ കുറേ ബുദ്ധിമുട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരം ഒരു സന്ദർഭത്തിൽ ഒരു ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ കിണറ്റിലൊക്കെ ഓടിപ്പോയി എടുത്ത് ചാടി ഒക്കെ ഉണ്ടായിരുന്നൊരു സിറ്റുവേഷനൊക്കെ എനിക്കുണ്ടായിരുന്നു. വളരെ ചെറിയ പ്രായത്തിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ അതിങ്ങനെ പറയാത്തതെന്ന് വെച്ചാൽ ഏജും കാര്യങ്ങളും പറയുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ ഫാമിലിയെ ബാധിക്കും. ചൈൽഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുടുംബത്തിനെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട്. പക്ഷെ അവരങ്ങനെ ബുദ്ധിമുട്ടിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ മക്കളെ നല്ല രീതിയിൽ നോക്കില്ലല്ലോ. അപ്പം എന്നെ ഇതുവരെ എൻ്റെ ഉമ്മയും വാപ്പയൊക്കെ എന്നെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കിയിട്ടുള്ളതും നല്ല രീതിയിൽ തന്നെ വളർത്തിയിട്ടുള്ളത്. പക്ഷേ കുടുംബക്കാർക്ക് പ്രത്യേക രീതിയിൽ വളരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് അവർ പറഞ്ഞപ്പോൾ അനുസരിച്ചില്ല, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിഗ്രറ്റിംഗ് ഒന്നുമില്ല. എനിക്കിപ്പോൾ അവരൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞു ഞാൻ എൻ്റെ ഉമ്മയുടെ അടുത്തും പറയും. എൻ്റെ ഉമ്മ പറയും മരിക്കുമ്പോഴൊക്കെ എല്ലാവരുടെ അടുത്തും പറയണം, അവരൊക്കെ വരണം, അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ എനിക്കത് പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ ഞാനിരുന്നുകൊണ്ട് പറയും ലീവ് ഇറ്റ്, കളയൂ, ഞാനില്ലേ, നമുക്ക് നോക്കാമല്ലോ എന്നിങ്ങനെ പറയാം. അത് ആരാണ് മരിക്കണമെന്ന് തിരിച്ചറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കഥ പറച്ചില്ല. എൻ്റെ ഉമ്മ അടുത്തായാലും ഇങ്ങനെ തന്നെ സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ടിട്ട് ഇപ്പം ആ ഒരു ചാപ്റ്റർ ആക്ച്വലി ആദ്യമായിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്തുള്ള കഥകൾ പറയുന്നത്. ജസ്റ്റ് ഇങ്ങനെ ലൈഫിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു വിട്ട് പോകുന്നല്ലാണ്ട് അധികം അതിനകത്ത് ഹാപ്പിയാണോ? അടിപൊളിയാണ്, സൂപ്പറാണ്. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞു, 9A+ ഉണ്ടായിരുന്നു. അവൻ സ്പോർട്സ് പ്ലെയർ ആണ്, ഫുട്ബോൾ പ്ലെയർ ആണ്. അവൻ നല്ലൊരു ആർട്സ് പാട്ട് പാടും നന്നായിട്ട്. ഉമ്മയോടാണ് വെല്ലുമ്മയോടാണ് ഇഷ്ടം? അയ്യോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകും. എൻ്റെ അടുത്ത് ഭയങ്കര കാര്യം തന്നെയാണ്, ഉമ്മച്ചിയുടെ അടുത്താണ് ഭയങ്കര ഇഷ്ടം. ഉമ്മച്ചിയല്ലേ വളർത്തുന്നതല്ലോ. ഉമ്മച്ചിയുടെ അടുത്ത് ഒരു പ്രത്യേക സാധനം ഉണ്ട്. എന്നെ ആവശ്യങ്ങൾ ഞാനാണ്, എന്തെങ്കിലും വേണം ഞാനാണ്, മറ്റേത് എൻ്റെ ഉമ്മ. ഈ ചെറുപ്പകാലം തൊട്ടുള്ള കഷ്ടപ്പാടിലൂടെ ജീവിച്ചു വന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയത്, നമുക്കൊരു വരുമാനം ഉണ്ടാകാൻ നമ്മൾ ചെയ്ത എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും കാര്യങ്ങൾ വരുമാനം തുടങ്ങി എത്ര നാളിന് ശേഷമായിരുന്നു? അത് ഇറങ്ങി ഒരു 22ാമത്തെ വയസ്സിൽ ഇവിടെ വെൽഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി പാലാരിവട്ടത്ത്, യഹിയ എന്ന് പറഞ്ഞിട്ടൊരു അങ്കിളിൻ്റെ ഷോപ്പുണ്ട്, കാസർഗോഡുള്ളതാണ്. IUML ഒരു നേതാവാണ് യഹിയ തളങ്കര. പുള്ളിയുടെ ഒരു ഓഫീസുണ്ട് ഇവിടെ, വെൽഫിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വെൽഫിറ്റിൽ ഞാൻ ഫ്രണ്ട് ഓഫീസിൽ റിസപ്ഷനിസ്റ്റായിട്ട് തുടങ്ങിയതാണ് 22ാമത്തെ വയസ്സിൽ. പിന്നെ 24 വയസ്സൊക്കെ ആയപ്പോൾ എയർടെലിൻ്റെ ഓഫീസിൽ ഇതുപോലെ നമ്മൾ കോളർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന് അങ്ങനെ ഇരുന്നാണ് ഒരു റേഡിയോ ജോക്കി എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ഞാൻ തിരുവനന്തപുരത്ത് ചെറുതായിട്ട് കുറച്ച് നാള് ഉണ്ടായിരുന്നു കിടക്കുന്നത്. ആ സമയത്തൊക്കെ വീട്ടുകാരുടെ ഭയങ്കര ഒരു ഉപദ്രവം കയറി വന്നു. വെളിയിലേക്ക് ഞാൻ അപ്ഡേറ്റഡ് ആയി എന്ന് തുടങ്ങിയ സമയത്ത് അങ്ങനെ എൻ്റെ ജോലിയൊക്കെ പോയി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി, ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ്. പിന്നെ അവിടെ നിന്ന് നേരെ ബാംഗ്ലൂർ പോകുന്നു. +1 +2 എഴുതിയെടുത്തതിന് ശേഷം BCM കോളേജിൽ ഫാഷൻ ഡിസൈനിങ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നു. ആ ടൈമിൽ ഇത്തിരി വന്ന് പൈസ
പിന്നെ അവിടെ നിന്നുള്ള ജേണികൾ എന്ന് പറയുന്നത് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ കാണുന്നു, അവിടെ നിന്ന് പ്രൊഡക്ഷൻ സൈഡ് കോർഡിനേഷൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്നു, കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്ത്. അപ്പോൾ ആ 22ാമത്തെ വയസ്സിൽ ഈ വെൽഫിറ്റിൻ്റെ ഇതിനകത്ത് നിന്ന് എയർടെല്ലിലോട്ട് മാറുന്നു എന്ന് പറഞ്ഞ സമയമില്ലേ, ആ ടൈം മുതലേ ഞാൻ നമ്മുടെ മെയിൻ സ്ട്രീമിലൊരു ചാനലായിട്ട് ബന്ധപ്പെട്ട് കോമഡി പ്രോഗ്രാമുകളുടെയൊക്കെ ഗസ്റ്റുകളെയൊക്കെ ഈ ഓഡിയൻസിനെയൊക്കെ കൊണ്ടുവരുന്ന ക്രൗഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവത്തെ ഞാൻ ചെയ്ത് കുറേ നാൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ചെറിയ പൈസയൊക്കെ കിട്ടത്തുള്ളൂ, 500 രൂപ 1000 രൂപയൊക്കെയാണ് കിട്ടുന്നത്. ചിലപ്പോൾ 500 വരെ വയ്ക്കുമ്പോഴായിരിക്കും 500 രൂപ ഇടുന്നത്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സാധനം ഞാനൊക്കെ അന്ന് ഇൻഡസ്ട്രിയിലൊക്കെ ആദ്യമായിട്ടല്ലേ, അപ്പോൾ എന്നെ ആൾക്കാർ ഇത്തിരി കുറച്ച് നേരം അറിയണം എന്നുള്ളൊരു സാധനമാണ്. പിന്നെ എൻ്റെ ആക്ടിവിസും കൂടെ കൂടുതൽ കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്ക് ഇൻഡസ്ട്രിക്കകത്തൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു പേടിയായി, ഇനി ഇവിടെ വന്ന് പരിപാടി ഉണ്ടാക്കിയാൽ അവളിനി തല്ലുവോ, ബളം വെക്കുവോ, ചീത്ത പറയുമോ എന്നൊക്കെ ഉള്ള എൻ്റെ വന്ന വഴികളിലെ എൻ്റെ ആക്ടിവിസുമായിട്ട് ബന്ധപ്പെട്ടും എനിക്ക് നേരെ ഉണ്ടാകുന്ന അറ്റാക്കുകളായിട്ട് ബന്ധപ്പെട്ടുള്ള റിയാക്ഷൻസും കൂടി അപ്ഡേറ്റഡ് ആവാൻ തുടങ്ങി എൻ്റെ തൊഴിലിനൊപ്പം തന്നെ. അപ്പോൾ തൊഴിൽ അപ്പോൾ ഹൈഡും ഞാൻ എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് കയറി നിൽക്കുന്ന ഒരു സമയവും കൂടിയായിരുന്നു. അതാണ് കാര്യം. ഈ ദിയാസിന് ഈ പറഞ്ഞ പോലെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ, സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും പ്രതികരിക്കുന്ന. ബിഗ് ബോസിന് ശേഷമായിരുന്നു എനിക്ക് ബസ്സിലുണ്ടായിരുന്ന ഒരു അതിക്രമം, അത് ബിഗ് ബോസിന് മുമ്പായിരുന്നു. എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഇന്ന് വരെ പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല. ഇല്ല, ആ ബസ്സിലുണ്ടായ പേഴ്സണൽ ലൈഫിലായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ വിവാഹ ജീവിതവും ഇതിനകത്തൊന്നും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് എൻ്റെ ഉമ്മയുടെ അതായത് എൻ്റെ വാപ്പാക്ക് തുല്യമുള്ള ഒരു മനുഷ്യൻ എന്നെ പേഴ്സണലി അബ്യൂസ് ചെയ്യാൻ വരെ ശ്രമിച്ച ചരിത്രം എനിക്കുണ്ട്. എന്നിട്ട് പോലും എനിക്ക് പ്രതികരിക്കാൻ പറ്റും. തള്ളി മാറ്റിയിട്ട് ഓടിക്കളയലല്ലാതെ. ഏത് പ്രായത്തില്? അതൊക്കെ ചെറിയ പ്രായത്തിലുള്ള കഥകൾ പറയണത് അതൊക്കെ. എന്നിട്ട് പോലും എനിക്ക് അങ്ങനൊന്നും, അതായത് വിവാഹം കഴിഞ്ഞതിന് ശേഷം, ഇപ്പോഴും ചെറിയ പ്രായമൊക്കെ തന്നെയാണ്, വിവാഹം കഴിഞ്ഞതിന് ശേഷം അതായത് അത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായിട്ട് പോലും പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ കുടുംബത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പ്രതികരിക്കാനേ പറ്റില്ല. ഞാൻ വന്ന് സർവൈവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ഇമോഷണലി ടോർച്ചറിങ് അനുഭവിച്ച് ഞാൻ റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. അവിടെ നിന്നാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിച്ചു. ആദ്യം റിയാക്ട് ചെയ്തത് എവിടെയായിരുന്നു? ഫസ്റ്റിൽ റിയാക്ട് ചെയ്തത് ഞാൻ ഒരു പ്രമുഖ സിനിമാ നടൻ്റെ ഫാൻസ് 2 പെൺകുട്ടികളെ അടിച്ചു. ഇതായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് ഒരു കേസ് ഉണ്ടായിരുന്നു. അത് ഒരു സിനിമയ്ക്കെതിരെ ഒരു കുട്ടി വിമർശനം ഉന്നയിച്ചപ്പോൾ ആ പെൺകുട്ടിയെ ഫാൻസുകാർ വെല്ലുവിളിച്ച്, ആ പെൺകുട്ടി കനകക്കുന്നിലുണ്ടായിരുന്നു, ആ പെൺകുട്ടിയെ വെല്ലുവിളിച്ച് വന്ന് അടിക്കുന്ന കാണുമ്പോൾ ഞാൻ നീയൊക്കെ എന്താടാ ഇവിടെ ചെയ്യണമെന്ന് ചോദിച്ചു. ഒരു പെൺകുട്ടീനെ ഒറ്റയ്ക്ക് എടുത്ത് വെച്ച് 25 ആണുങ്ങൾ ചുറ്റിൽ നിന്ന് അടിക്കുകയാണ്. എന്താടാന്ന് ചോദിക്കുമ്പോൾ എന്നെ കുനിച്ചിർത്തി ഇടിക്കുകയും അവിടെ നിന്ന് റിയാക്ട് ചെയ്യുകയും ഞാൻ അടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാവുകയും ഞങ്ങൾക്ക് ഒരുപാട് ഉപദ്രവമേൽക്കുകയും ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അവിടെ നിന്ന് പ്രതികരിച്ചുകൊണ്ട്, അതായത് റിയാക്ട് ചെയ്തുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് ഇപ്പോഴും കേസ് അങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെയ്ക്കും ഒന്നും ആയിട്ടില്ല. അന്നത്തെ കേസ് തന്നെ ഒന്നും ഇതുവരെയ്ക്കും ആയിട്ടില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ തുടക്കം എന്ന് പറയുന്നത് ആ ഒരു ഇൻസിഡൻ്റ് ആണ്. അതായിരുന്നു ആദ്യത്തെ പ്രശ്നം. അവിടെ നിന്ന് ഇങ്ങോട്ട് കിസ് ഓഫ് ലവ്, പിന്നെ ഇത് ചേങ്ങറ സമരം, പിന്നെ നമ്മുടെ കാർഷിക സമരം, അങ്ങനെ കുറേ വിഷയങ്ങളുടെ പ്രതികരണത്തിൽ പോലീസുകാർ അടിക്കലും ഓട്ടിക്കലും അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ. പിന്നെ അവിടെ നിന്ന് പേഴ്സണൽ വരുന്നത് ട്രാൻസ് കമ്മ്യൂണിറ്റീസിൻ്റെ കൂടെ നടക്കുമ്പോൾ പലപ്പോഴായിട്ട് കമ്മ്യൂണിറ്റി ആണെന്ന് തെറ്റിദ്ധരിച്ച് എന്നെ കയറി പിടിക്കുന്ന അവസ്ഥകൾ പലയിടങ്ങളിലും വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് റിയാക്ട് ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴായിട്ട് ഞാനത് എപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ പല വിഷയങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതായത് അവരങ്ങ് വിചാരിക്കുകയാണ് കമ്മ്യൂണിറ്റികളായാലും അവരെയൊക്കെ അങ്ങ് എന്ത് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ. അപ്പം ചിന്തിക്കുന്നേ ഇല്ല. അതാ അങ്ങനെ എന്നെ ചെയ്യാം അവര്. അപ്പം ഒന്നുകിൽ എവിടെയെങ്കിലും ഒന്ന് തോണ്ടും, അല്ലെങ്കിൽ അടിമൊഴി നോക്കും, ഏതെങ്കിലും തരത്തിൽ ഒരു നമുക്ക് ഇറിറ്റേറ്റിംഗ് ഉണ്ടാകുന്ന ഒരു അനുഭവങ്ങൾ എനിക്കൊരു 10-13 കേസുകൾ അനുഭവങ്ങളായിട്ടുണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ബിഹേവിങ്, കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലുള്ള തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടാകുന്ന അറ്റാക്ക് എനിക്ക് നേരിട്ടിട്ടുണ്ട്. അവിടെ നിന്ന്
പിന്നെ ഉള്ളതാണ് ബസ്സിൽ നടക്കുന്ന ഇൻസിഡന്റ്. ബസ്സിൽ നടക്കുന്ന ഇൻസിഡന്റ് ആണ് പബ്ലിക്കിൽ അറിയുന്നത്. അതെ അതെ. അല്ലാതെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇൻഡസ്ട്രിക്കുള്ളിൽ തന്നെ ആളുകൾ അബ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള വർത്താനങ്ങൾ പറയുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ വർത്താനങ്ങൾ പറയുന്നതിൽ അപ്പുറത്തേക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. ഒരാൾക്ക് എപ്പോഴും നമ്മളോട് വന്ന് തുറന്ന് സംസാരിക്കാം. ഇവിടെ പലതും നടക്കുന്നുണ്ട് ഈ സമൂഹത്തിൽ. ഇതിനൊന്നും അടച്ചുപൂട്ടി കെട്ടാനൊന്നും ഞാൻ ആളൊന്നുമല്ല. പക്ഷേ നമ്മളോടൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളോടൊന്ന് തുറന്ന് സംസാരിച്ചിട്ട് അതിൽ നമ്മളുടെ അഭിപ്രായം മനസ്സിലാക്കിയിട്ട് അവർ ബിഹേവ് ചെയ്യുന്നതിൽ നമുക്ക് പ്രശ്നമില്ല. അതേസമയം അവർക്ക് ഓവർടേക്ക് ചെയ്ത് അവരിൽ അധികാരം വെച്ചിട്ട് ഞാൻ നിനക്ക് ജോലി എന്നതാണ്, നീ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന നിലപാട് സ്വീകരിച്ചാലൊന്നും എന്നെ കൊണ്ടിരിക്കാൻ പറ്റത്തില്ല ആറ്റിറ്റ്യൂഡ്. കാരണം ഞാനും ഈ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് 100 രൂപയെങ്കിലും അത് അത്ര വാങ്ങിച്ച് തിന്നിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ കുടുംബം കഴിഞ്ഞുകൊണ്ട് പോകുന്നത്. അവിടുന്ന് ശേഷമാണ് പിന്നെ ബസ്സിലെ ഇൻസിഡന്റ് പബ്ലിക് ആവുന്നത്. കുറെ പ്രശ്നങ്ങൾ ഇതിന്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. അതൊന്നും അത്രയും പബ്ലിക് ആയിട്ടില്ല എന്നുള്ളത് അതൊക്കെ കൈകാര്യം ചെയ്യാൻ അങ്ങനെ ചെയ്ത് വിട്ടിട്ടുമുണ്ട്. ശരിക്കും പറഞ്ഞ ആ ഒരു വിഷയത്തില് അന്ന് അങ്ങനെ ഒരു സംഭവം അത് പബ്ലിക്കലി ലൈവായി പോയതുകൊണ്ട് ആളുകൾ കണ്ടുപോയി. അതിനുശേഷമാണ് പിന്നെ ഭാഗ്യലക്ഷ്മിയും ദിയ ഉൾപ്പെടെയുള്ള ഒരു യൂട്യൂബറുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു കയ്യേറ്റം ഉണ്ടാകും. അത് കേസ് നടക്കുകയൊക്കെ ചെയ്തു അല്ലെ. അങ്ങനെയാണ് യൂട്യൂബർ മോശമായി പ്രവണത ചെയ്തപ്പോൾ അത്തരമൊരു പുള്ളി റിയാക്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് റിയാക്ട് ചെയ്തു. അത് എല്ലാവരും കൃത്യമായി തന്നെ നിങ്ങളുടെ കൂടെ നിന്നു എന്നാണ് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് എല്ലാവരും നിങ്ങളുടെ കൂടെ നിന്നു. അല്ല, ഇതിപ്പം ബസ്സിലെ ഇൻസിഡന്റ് ആണെങ്കിൽ പോലും ഈ 3 ദിവസം ആദ്യം പ്രതികരിച്ച സമയത്ത് എല്ലാവരും ഒരു മാസമായിട്ടൊരു സപ്പോർട്ടിങ് കൊണ്ടുവന്നിട്ട് 3ാമത്തെ ദിവസം പറയണത് അവള് കണ്ണ് കാണിച്ച് എന്നിട്ട് വിളിച്ചു വരുത്തിയതാ എന്ന സെറ്റപ്പിൽ തന്നെ അവര് പറയണത്. അത് ഇപ്പൊ ഈ അവസാന സമയത്തുണ്ടായ ഒരു പെൺകുട്ടിയുടെ ഇൻസിഡന്റ് നടന്ന സമയത്ത് പോലും ഇത്തരം കേസുകളാണ് പറയുന്നത്. വാട്ട് എവർ ഇട്ട്, ഇനി ഇപ്പൊ ചെറുക്കന്റെ ഭാഗത്തോ പെണ്ണിന്റെ ഭാഗത്തോ ന്യായമോ അന്യായമോ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, ഒരാളുടെ ഇമോഷൻസിൽ ഒരു സ്പോട്ടിൽ പറയുന്ന ഒരു വിഷയത്തെ എങ്ങനെയാണ് ഗ്ലോറിഫൈ ചെയ്യാൻ ഇവർക്ക് തെളിവുകൾ ഉള്ളത് ഇവരുടെ കയ്യിൽ, ഇവരിങ്ങനെ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്, അത് എന്തുമാത്രം വേദന ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ആണെന്നറിയാമോ. ഇത്തരം സന്ദർഭങ്ങൾ ഇതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ഇഷ്യൂ നടക്കുന്ന സമയത്തും സപ്പോർട്ടിങ് ചെയ്തെങ്കിൽ 3ാമത്തെ ദിവസം മുതൽ അതായത് പാവം പിടിച്ച ഒരുത്തൻ, അയ്യോ അവന് കഴിവില്ലാത്തതുകൊണ്ടല്ലായിരുന്നെങ്കിൽ വേറെ എവനെങ്കിലും ആയിരുന്നെങ്കിൽ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന മനുഷ്യർ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഇവളല്ലേ ലവളെ പോയി അത് ചെയ്തത്, ഇവളല്ലേ ലവളെ പോയി ഇത് ചെയ്തത് എന്ന് ഒരു വിഷയത്തെ കൃത്യമായി കേൾക്കാതെ വരെ പല ചാനലുകളിൽ ഇന്റർവ്യൂവിന്റെ അടിയിലൊക്കെ കമന്റ്സുകളായിട്ട് വരുന്ന ഭയങ്കര വിയേർഡായിട്ടുള്ള തെറിവിളികൾ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ പറയുന്നുണ്ട്, ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഇന്റർവ്യൂവിന്റെ അടിയിൽ നല്ല തെറിവിളി വരും കേട്ടോ എനിക്ക്, അതുപോലും കേട്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. എന്നിട്ടും വിളിക്കുകയാണ്. അപ്പൊ ഇതൊരു നമ്മളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബോൾഡായിട്ട് ആക്റ്റീവായിട്ട് വരുന്ന ഒരു പെൺകുട്ടി, അത് വേണ്ട, നീ ഇനിയിപ്പോ അങ്ങനെ വലുതാവണ്ട, നിന്നെ ഇത്ര മതി എന്ന് പറഞ്ഞ് ഫേക്ക് ഐഡികളിൽ നിന്നാണ് നിങ്ങൾക്ക് വരാറില്ലല്ലോ. ഇഷ്ടം പോലെ മനുഷ്യര് ഞാൻ കാണുമ്പോൾ സോഷ്യൽ മീഡിയ ഒരു ദിവസം തുറന്നു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും ഇന്നത്തെ ദിവസം വെളിയിറങ്ങിയ കാലോ കയ്യോ തലയോ വെട്ടിക്കളയും, ഉറപ്പാണ്. അമ്മാതിരത്തെ ബുള്ളിങ്ങാ കിട്ടുന്നത്. ഇല്ല, എല്ലാ മനുഷ്യർക്കും അങ്ങനെ അങ്ങനത്തെ ബുള്ളിങ്ങാ കിട്ടുന്നത്. ഞാൻ വെളിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയ ഇപ്പൊ തീരുമെന്ന് പറയണം. ഞാൻ ഒരു മനുഷ്യനില്ല, വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കാണുമ്പോൾ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ചിരിക്കും, ഭയങ്കര സന്തോഷത്തോടെ നിൽക്കും, കൂടെ വന്നിരിക്കും, അന്ന് കുറച്ച് നേരം സംസാരിക്കും, നിങ്ങൾ ഇന്ന ആളല്ലേ എന്ന് ചോദിക്കും. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ സോഷ്യൽ മീഡിയ ഇതിങ്ങനെ അങ്ങ് ആയിപ്പോയി. അത് ശരിയാണ്. ആ സോഷ്യൽ മീഡിയയിലേക്ക് തന്നെ നമ്മൾ വരാം. ഈ യൂട്യൂബർ അന്ന് നിങ്ങൾ പോയി പ്രശ്നം ഉണ്ടാക്കുന്നത്, യൂട്യൂബർമാർ പൊതുവെ ഇപ്പം റെയ്ഡൊക്കെ നടക്കുകയാണ് അല്ലേ. ഈ ഇടയ്ക്ക് തൊപ്പി അറസ്റ്റ് ചെയ്തു. തൊപ്പി ചെയ്യുന്നത് ഒരു ഭയങ്കര മോശമായ പ്രവണതയെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അദ്ദേഹം ലൈവിൽ വന്ന് ചീത്ത വിളിക്കുക, ആ ചീത്ത വിളിയാണ് പരസ്യമാക്കുന്നു. അതിനാണ് തൊപ്പിക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നതും സൈബർ ആക്ടിവിലും കേസ് വന്നു. പിന്നെ ഗതാഗത സമരത്തിന്റെ കാര്യമൊന്നും ഞാൻ പറയില്ല. ഇതിലും വലിയ താരങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ വരുമ്പോൾ ഗതാഗത സ്തംഭനമുണ്ട്. അവരെ ഒന്നും ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. അത് ഞാൻ ഓപ്പൺ ആയിട്ട്. പക്ഷെ തൊപ്പി മറ്റു രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്. ഇവിടെയൊക്കെ തൊപ്പി അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ സാജസ്കര എവിടെ പോയി ഒളിച്ചിരിക്കുന്നു ഞാനൊരു ചോദ്യം ചോദിച്ചാൽ എന്തു പറയും? അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരുപാട് ആളുകൾ ആ ചെക്കനെതിരെ സംസാരിക്കുമ്പോൾ എനിക്ക് ആ കുട്ടി ഒന്നുമില്ല, നത്തിങ്ങാ. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ചെറുക്കൻ്റെ ഏജ്, ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ സ്ത്രീ വിരുദ്ധമായിട്ടും ഒരുപാട് ഭയങ്കര ഹ്യൂമിലേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള ഭയങ്കരമായിട്ടുള്ള ബുള്ളിങ്ങുകളൊക്കെ ചെയ്യുന്ന ബോധവും വിവരവും ഇല്ലാതെ ഇതില്ലാതെ ആ കുട്ടിക്ക് എന്തോ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടെന്ന് കണ്ടാൽ മനസ്സിലാവുന്നു എനിക്ക്.
ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാ തീരും അല്ലേ? ആശുപത്രി കൊണ്ടുപോയി ആ കുട്ടിക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്. ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ഭയങ്കര ഒരു ആവശ്യകത ഉണ്ട്. ഉറപ്പായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യകത ഉണ്ട്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ ഷാജൻസ്കറിയെ ഞാൻ അങ്ങനെയല്ല കാണുന്നത്. ഷാജൻസ്കറിയ ദിയക്കെതിരെ ഒരു വലിയ വാർത്ത ഇത് മോനെ വിൽക്കാൻ ശ്രമിച്ചു എന്നൊക്കെ. അല്ലല്ല, കുട്ടിയെ വിൽക്കാൻ, ഏതോ കുഞ്ഞിനെ അങ്ങനെയാണ്, ഏതോ കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചു. വലിയ വാർത്തയൊക്കെ, വലിയൊരു അലിഗേഷൻ ആണത്. പോക്സോ അലിഗേഷൻ ആണ്. ഞാൻ പോലും അറിയാത്ത ഒരു പുതിയ സ്റ്റോറി ക്രിയേറ്റഡ് ആവുന്നു. ആ സ്റ്റോറിയുടെ പുറകില് ക്രൈംബ്രാഞ്ച് ഈ കോടതിയിൽ എൻ്റെ ജാമ്യത്തിന്റെ സമയത്താണ് ഒരു പുതിയ കേസ് ഉൾപ്പതിക്കുന്നത്. ഏത് ജാമ്യത്തിന്റെ? യൂട്യൂബറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തില് ജാമ്യത്തിന് നിൽക്കുന്ന സമയത്താണ് എനിക്ക് എതിരെ ഇങ്ങനെ ഒരു കേസ് രൂപപ്പെടുന്നത്. ഇങ്ങനെ കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു സ്ത്രീയെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു, വേറൊരു പുരുഷനെ ലൈവിൽ വെച്ച് കളിക്കുന്നു. അവർ പറയുന്ന വിഷയത്തിനെ ന്യൂസാക്കി ആളിൻ്റെതായിട്ടുള്ള എക്സ്ക്ലൂസീവായിട്ട് ആളെ അപ്ഡേറ്റ് ചെയ്യുന്നു. അതായിരുന്നു അവരുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് മുമ്പേ എൻ്റെ പേരിൽ ഇങ്ങനത്തെ ഒരു സാധനം കേൾക്കേണ്ടല്ലേ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ പ്രശ്നം നടക്കുന്ന സമയത്ത് എനിക്ക് ജാമ്യം കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ അന്ന് അവൾ ഇറങ്ങരുത് എന്നുള്ളത് കൊണ്ട് വേറൊരു പുതിയൊരു കേസ് ഉണ്ടാക്കി ഇടുകയും അപ്പൊ തന്നെ പക്ഷെ കോടതി അതിനെടുത്ത് മാറ്റിയിട്ടോ. അവർ പറഞ്ഞു ഇത് എടുക്കാൻ പറ്റില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല എന്ന് പറഞ്ഞ് മാറ്റിയിട്ട് ജാമ്യം കിട്ടുകയൊക്കെ ചെയ്തു. എന്നിട്ട് ക്രൈംബ്രാഞ്ചിൽ കൊടുപ്പിച്ചു. എന്നിട്ട് ഒരു ക്രിയേറ്റഡ് സാധനം, ഒരു വേർഷൻ ഉണ്ടാക്കി. അത് ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ ഇതേ പെൺകുട്ടി അയച്ച മെസ്സേജും വിത്ത് യു ദിയാസന എന്ന് പറഞ്ഞ സംഭവവും വേറെ ഞാൻ എന്താണ് നിങ്ങളൊരു ഇന്റർവ്യൂ കൊടുത്തതായിട്ട് അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ കുട്ടിയുടെ ഫേസിനെ ഹൈഡ് ചെയ്ത് വെച്ച് കൊടുത്ത ഇന്റർവ്യൂവിനെ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. 2-3 ചാനൽസ് അവരുടെ ഇന്റർവ്യൂ എടുത്തിരുന്നു. അത് 3 അവർ ഹൈഡാക്കി കളഞ്ഞു. അതായത് സിറ്റുവേഷനലി പ്രശ്നങ്ങളായി എന്ന് മനസ്സിലാക്കി. എനിക്ക് ജാമ്യം കിട്ടിയല്ലോ, അപ്പൊ പിന്നെ ഇനി ഞാൻ എന്തായാലും ഇറങ്ങുമെന്ന് മനസ്സിലായപ്പോൾ എനിക്കെതിരെ ഉണ്ടാക്കി വെച്ച തെളിവുകളൊന്നും എനിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരരുത്. കാരണം ഡിഫമിങ് എന്നുള്ള ലെവലിൽ ഞാൻ കേസ് മൂവ് ആയിട്ട് അവർക്ക് അത്ര സമയം എന്നെ ഒന്ന് നാണം കെടുത്തണമായിരുന്നു. ആ ടൈമിൽ ആ നാണം കെടുത്തിയത് അനുഭവിച്ചത് എൻ്റെ മോനും എൻ്റെ ഉമ്മയോ. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അയാൾ ഓൾറെഡി 2017 മുതൽ അയാൾ DACD എന്ന് പറഞ്ഞ ഡേറ്റ കളർഫുൾ ഡിലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ വെച്ചാൽ ഡൈവേഴ്സിറ്റി ആക്സെപ്റ്റൻസ് ഡെവലപ്മെന്റ് കൾച്ചറൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുരോഗമന പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഇന്റർകാസ്റ്റ് മാരേജ് പരമായിട്ട് ജീവിക്കുന്ന മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക, അല്ലാതെ ജെൻഡർ ന്യൂട്രലായിട്ട് ബന്ധപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക, സൗഹൃദങ്ങള് നമ്മൾ കൂടുതൽ ഇത് കൊടുക്കുക, അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത്തരം ആളുകളെ കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. അത്തരത്തിലുള്ള ഒരു ഒരു പുതിയ തലമുറയിലെ ഒരു എഡ്യൂക്കേഷണൽ ലെവലിൽ എന്നുള്ള രീതിയിലുള്ള ഒരു ഗ്രൂപ്പായിരുന്നു DACD. അത് ഡേറ്റ് കളർഫുൾ ഡിലൈറ്റ് എന്നായിരുന്നു അതിന്റെ മെയിൻ പബ്ലിക് ഗ്രൂപ്പിന്റെ ഇത്. ഡേറ്റ് കളർഫുൾ ഡിലൈറ്റ് എന്ന് കണ്ടപ്പോൾ ഡേറ്റ് ഇത് വെച്ചിട്ട് ഞാനൊക്കെ കൂട്ടിക്കൊടുപ്പുകാരാക്കിയായിരുന്നു അയാളുടെ ആദ്യത്തെ, ഈ ഷാജൻസ്കറിയുടെ ആദ്യത്തെ വാർത്ത എനിക്കെതിരെയുള്ള ഒരു കൂട്ടിക്കൊടുപ്പുകാരി എന്ന ലെവലിൽ എന്നെ തുടങ്ങിയതാണ്. സാമൂഹ്യ പ്രവർത്തക എന്ന ലേബലിൽ കൂട്ടിക്കൊടുപ്പുകാരി എന്ന് തുടങ്ങിയ അയാളുടെ ന്യൂസ് എന്നെ കുറേ വിറ്റു. അയാൾ ഒരുപാട് വ്യൂവേഴ്സായി, കുറേ ആളുകൾ എന്നെ ആക്രമിച്ചു, അയാൾക്ക് കുറേ പൈസ കിട്ടി. അതിനകത്ത് എന്നെ പോലും അറിയാത്ത ഒരുത്തൻ എന്നെ അവിടെ നിന്ന് ഞാൻ ഇയാളെ നോട്ടീസ് ആക്കുന്നതാണ്. പക്ഷെ ഞാൻ പ്രതികരിച്ചില്ല. അന്നും സൈബർ ബുള്ളിങ്ങുകൾ കുറേ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഓരോരുത്തന്മാർ കൊണ്ടുവരും, അവന്മാർക്കൊക്കെ എതിരെ നമ്മൾ അന്നത്തെ സമയത്തൊരു ഇത് പറയും. ഇപ്പോഴും അത് പറയും. ഫ്രണ്ട്സൊക്കെ ഇരുന്നുകൊണ്ട് എന്തിനു ദിയ പ്രതികരിക്കാൻ പോയി അവർക്ക് റീച്ച് ഉണ്ടാവുന്നു? നോ, അവർ ഓൾറെഡി ഒരു റീച്ചിനകത്താണ് നമ്മളായിട്ട് അവരാധിക്കാൻ ഇട്ട് കൊടുത്തേക്കണം. അവിടെ എനിക്ക് പ്രതികരിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനങ്ങനെ പ്രതികരിച്ചു, ഞാൻ അവിടെ പ്രതികരിച്ചു. ആ സമയത്തായിരുന്നു ഇയാളുടെ വൈഫിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു കേസ് വരുന്നതും. ആ സമയത്ത് ഇന്ന് ഭാര്യയ്ക്ക് കൊണ്ടപ്പോൾ അയാൾ കരഞ്ഞതായിട്ടുള്ളൊരു ഇൻഫർമേഷൻ വന്നായിരുന്നു. ഭാര്യയ്ക്ക് നൊന്തപ്പോൾ ഷാജൻസ്കറിയെ കരഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നു. ആ സമയത്ത് ഞാൻ ലൈവിൽ വന്നെന്ന് പറഞ്ഞു, നിനക്കിപ്പം വേദന എടുക്കണാടാ എന്ന് ചോദിച്ചു. നിനക്ക് ഇപ്പൊ വേദന എടുക്കണം, നിന്റെ ഭാര്യയ്ക്ക് കൊണ്ടപ്പോൾ വേദന എടുക്കണം. മറ്റത് കണ്ട പെണ്ണുങ്ങളുടെ രഹസ്യഭാഗത്ത് ക്യാമറ ഉണ്ടെന്ന് വെച്ചിട്ടാണല്ലോ നിങ്ങൾ ചിത്രീകരിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. എത്ര സ്ത്രീകളാണെന്നറിയാം. എനിക്ക് സ്ത്രീകളുടെ പേര് പറയാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ്. എത്ര സ്ത്രീകൾ ഇയാളുടെ ഇരയാക്കപ്പെട്ട് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് വരെ ഉണ്ട് ഇപ്പോൾ. ആ സ്ത്രീകൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങനെ നിൽക്കണം. അത്രയും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ബുള്ളിങ് ചെയ്യുന്ന മാധ്യമപ്രവർത്തകനെ അയാളെ വിളിക്കാൻ പറ്റില്ല. എത്രയും മാധ്യമപ്രവർത്തകർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. എനിക്ക് എന്തൊരു വിമർശനം ഉള്ള ഒരു വിയോജിപ്പുള്ള ഒരാളാണ് നിങ്ങളും എൻ്റെ അടുത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്കൊരു മനുഷ്യനോട് ഇരുന്ന് സംസാരിക്കണം, ഒരാളെ നോക്കാനോ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അത്രമാത്രം ക്രുക്കഡായിട്ട്, അത്രമാത്രം എന്നെ അറിയ പോലുമില്ല, ഒരു ഹലോ എന്നൊരു വാക്ക് പോലും പറയാത്തൊരുത്തനാണ്.
എവിടെയോ കിടക്കുന്ന ഒരുത്തൻ ഇരുന്നിട്ട് എന്നെ അങ്ങ് പച്ചയ്ക്ക് അങ്ങ് അപരാധിക്കുക, എന്നിട്ട് എന്നെ അങ്ങ് ഇല്ലാതാക്കാണ്. ആ ഒരു രീതിയിൽ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്താണ്. അപ്പോൾ എനിക്ക് നേരെയാണ് വന്നിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ വിഷയം വന്ന സമയത്ത് ഇത് എൻ്റെ മോന് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രശ്നം വന്നപ്പം എൻ്റെ കൊച്ച് കരഞ്ഞുകൊണ്ട് വീട്ടിൽ വരികയും ഉമ്മച്ചിക്കും ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ എൻ്റെ അനിയത്തി വിളിച്ചിട്ട് ചോദിക്കുക. അവളുടെ വിവാഹം കഴിഞ്ഞ് അവൾക്ക് 2 കുട്ടികളായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ സർക്കിളിലുള്ള ആളുകളും ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പം ഒരാൾക്കും ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോയി ഈ ഒരു സംഭവം. അപ്പം മുതൽ ഞാൻ ഇതാക്കിയതാണ്. അന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇയാളെ തല്ലും എന്ന രീതിയിൽ വരെ എനിക്ക് പറയേണ്ടി വന്നു. കാരണം ഇയാൾക്കെതിരെ ഞാൻ കേസ് കൊടുത്തു. കേസ് കൊടുത്തത് ഇതുപോലെയാണ്, സൈബർ കേസാണ്, ഒന്നും ആവില്ല. അതുകൊണ്ട് ഡീഫോമേഷൻ കേസ് കോടതിയിൽ കിടക്കാണ് ഇയാൾ കൊടുത്തേക്കുന്നത്. ഈ പറഞ്ഞ ഇയാൾ കളിപ്പിച്ച ഒരുത്തനുണ്ട്, വിനോ പാസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടൊരുത്തൻ. അയാൾക്കെതിരെ കൊടുത്ത കേസിൽ അയാൾ ഇപ്പൊ ജാമ്യം എടുത്ത് നിൽക്കുകയാണ്. അയാൾക്കെതിരെ കേസ് എടുത്തു. ഇപ്പൊ അയാൾ വേറെ പരിപാടിയൊന്നുമില്ല. ഈ ആളെന്നൊക്കെ പറയുന്നത് ഈ പുരുഷൻ എന്നൊക്കെ പറയുന്നത് സ്വന്തം ഭാര്യമാരെയൊക്കെ ടൂളാക്കി സെക്സ് ചാറ്റും മറ്റുമൊക്കെ നടത്തി അങ്ങനത്തെ പേഴ്സണൽ ഗ്രൂപ്പിനകത്തൊക്കെ ഇരുന്ന് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഒരിക്കലും അവരുടെ പേഴ്സണൽ ലൈഫ് അവരെന്ത് ചെയ്യണം എന്നുള്ളതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അത്തരത്തില് മനുഷ്യരെ കൊണ്ടുവന്നിട്ട് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യിക്കുന്ന അവസ്ഥയിലേക്ക് ഇവർ കൊണ്ടുവന്ന് നമ്മളെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യാണ്. ആ സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് സംസാരിക്കേണ്ടി വന്നു പോകും. നമ്മള് സെക്സ് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിൽ ആളുകളെ ബ്ലാക്ക് മെയിലിലൂടെ ചതിക്കുന്ന ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അത് വെളിയിലേക്ക് തെളിവ് സഹിതം വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് പറയേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. എൻ്റെ കയ്യിൽ തെളിവുണ്ട്. എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഇത് നാളെ ഒരാൾ അത് ചോദ്യങ്ങളായിട്ട് വന്നിട്ട് ഞങ്ങൾ എന്തിനാണ് അവർ അപരാധം പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഇതാണ് ഞാൻ കണ്ട, എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇത്ര വേലത്തരങ്ങൾ കാണിച്ചിട്ട് എന്നെ വന്ന് ഗുണദോഷിക്കാൻ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരു കള്ളത്തരം ക്രിയേറ്റ് ചെയ്യുക, ഒരു പെണ്ണിനെ ഇറക്കുക, ആ പെണ്ണിന് കാശ് കൊടുത്ത് എന്നെ മാനിപ്പുലേറ്റ് ചെയ്യുക, എന്നെ ഉൾട്ടയാക്കി ഒരു പ്രശ്നത്തിലേക്ക് ചാടിക്കുക, ഇത്തരത്തിലുള്ള സാഹചര്യത്തെ ഞാൻ ഭയങ്കരമായിട്ടാണ് ഫേസ് ചെയ്തത്. അന്നത്തെ യൂട്യൂബറുടെ വിഷയം വരുമ്പോൾ അന്ന് പബ്ലിക്കിൽ മൊത്തം അറിഞ്ഞു. ഇത്രയും ആളുകൾ സംസാരിക്കുമ്പോഴും ഞങ്ങൾക്കെതിരെ കേസുണ്ട് എന്നറിഞ്ഞിട്ടും എനിക്ക് ആ കേസ് അല്ലായിരുന്നു ഇമ്പോർട്ടന്റ്. ഞാൻ നോക്കുമ്പോൾ എന്നെ ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതും എൻ്റെ സുഹൃത്തുക്കളെ പിടിച്ചിട്ട് ഒക്കെയാണ് ഇവർ ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിന്ന് ജീവിതത്തിൽ എൻ്റെ ചുറ്റിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ എനിക്ക് വിശ്വാസമൊന്നുമില്ല. എനിക്കിത് പറയണേലും മടിയില്ല. പിന്നെ ഷാജൻ സ്കറിയന്റെ വിഷയം എന്ന് പറയുന്നത് ശരിക്കൊരു തെറ്റ് പറ്റിപ്പോയി. പ്രതികരിക്കേണ്ടത് അയാളുടെ അടുത്ത് ഒരു മറ്റു മനുഷ്യന്മാരുടെ അടുത്ത് അല്ലായിരുന്നു, ഇതുപോലുള്ളതിൻ്റെ അടുത്താണ് പ്രതികരിക്കേണ്ടിയിരുന്നത് കൃത്യമായിട്ട്. അത് ഞാൻ പല ആവർത്തി വെച്ചിട്ട് ഞാൻ നോക്കുകയും ചെയ്താണ്. ഇന്നും അയാൾ എൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല എൻ്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെ മാറും, ഞാൻ ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ളത്. ഞാൻ പല സർക്കിളിൽ ഞാൻ ഇയാളെ തപ്പി നടന്നിട്ടുണ്ട് ഇയാളെ കാണാൻ വേണ്ടിയിട്ട്. കാരണം 1-2 കേസുകളല്ല, എനിക്ക് അറിയുന്ന ഒരു ലേഡി സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിച്ചു. ഇയാള് കാരണം സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിച്ചു. എന്തോ ഒരു ചെറിയ ലക്കിനാണ് അവര് രക്ഷപ്പെട്ടത്. പിന്നെ അവരൊന്നും കേസിന് പോയായിരുന്നു എന്താണ്? അവരൊക്കെ പലരും കേസിന് പോയിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ കേസുണ്ട്, സൈബർ കേസാ. അതാ വിഷയം. ഇയാൾ വീട്ടിൽ വന്ന് നമ്മളെയൊന്നും തല്ലണതോ അടിക്കണതോ ഉപദ്രവിക്കുന്നതോ അല്ലല്ലോ. ഇയാൾ സോഷ്യൽ മീഡിയയിൽ വന്ന് അപവാദം നടത്തുകയാണ്. ഇപ്പൊ ഒരു സൈബർ കേസ് വന്നപ്പോ ഇത്രയും പെട്ടെന്ന് അകത്ത് പോകുന്ന നിലയിലേക്ക് വന്നു കഴിഞ്ഞല്ലോ. അത് SC ആക്ട് പ്രകാരം MLA കൊടുത്ത കേസ് കൊടുത്ത്. അതാണ് അവിടെ ആക്ടുകളുണ്ട്. അതിനാണ് വ്യത്യാസമുള്ളത്. ഞാൻ ഒരു മുസ്ലിം സ്ത്രീയാണ്. ചിലപ്പോ എനിക്ക് ഇനി OBC ആയതുകൊണ്ടാകണമായിരിക്കും അവരെടുക്കാത്തത്. മേ ബി എന്തോ ആയിക്കൊണ്ട് പോട്ടെ, എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സാധനമുണ്ട്. ഞാനിപ്പം അൻവർ MLA ഒക്കെ നടത്തിയ ഒരു അച്ചീവ്മെന്റിനെയൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുള്ളൂ. ചിലപ്പോ വാക്കുകളിലോ ഭാഷകളിലോ ഒക്കെ പലതരത്തിലുള്ള വിമർശനങ്ങൾ. ഗ്രേറ്റ് എന്ന് ഞാൻ പറയുന്ന ഒരു മനുഷ്യനാണ് യൂസഫ് അലി സാർ. എനിക്കറിയില്ല ഇതുവരെയ്ക്ക് യൂസഫ് അലി സാർ ആയിക്കോട്ടെ പൃഥ്വിരാജിന്റെ കേസ് എടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരുപാട് കാശൊന്നും കൊണ്ടുവന്നിട്ട് ഒരുപാട് ഇതാക്കിയിട്ട് മറ്റേ ഡീഫമേഷന് കൊടുക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും നമ്മൾ ഡീഫമേഷൻക്ക് ക്രിമിനൽ കേസാക്കി വെച്ചിട്ട് നമ്മൾ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഈവൻ എൻ്റെ കേസുകൾ ഡീൽ ചെയ്യുന്ന വക്കീല് വള്ളക്കടവ് മുരളി സാറാണ്. സാറിന് വരെയും ഇയാൾക്കെതിരെ സാറിനെ ഇയാള് കുടുക്കിയിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു 10 പേരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സർക്കിളിൽ സ്വാഭാവികമായിട്ടും കുറച്ച് അറിയുന്ന മനുഷ്യരായിരിക്കുമല്ലോ നമ്മളെ കൂട്ടത്തിൽ അധികവും നിൽക്കുന്നുണ്ടാവുക. ആ 10 പേരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 പേരെയെങ്കിലും ഇയാൾ ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യൻ. ഇയാൾ ഇഷ്ടം പോലെ സ്ത്രീകളെ വിറ്റ് തിന്നിട്ടോ, ഒരുപാട് വാർത്ത ചെയ്ത് വിറ്റ് തിന്നു. ആ വാർത്ത ചെയ്ത് വിറ്റ് തിന്നു തന്നെ പറയണം. അതിന്
വാർത്ത ചെയ്ത് വിറ്റ് തിന്നെന്ന് പറയണത് വാർത്തയെന്ന് പ്രത്യേകം എടുത്ത് പറയണ്ട, വിറ്റ് തിന്ന്, അതാണ്. അറിയാത്ത ഇങ്ങനെ ഒത്തിരി സ്ത്രീകളുമായിട്ട് നിങ്ങളൊരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇവരെല്ലാരും പ്രതികരിക്കുന്ന സമയത്തിലേക്ക് എത്തും ഇപ്പൊ? എത്ര വേണമെന്നുണ്ടെങ്കിലും ആളുകൾ നിങ്ങൾ ഷാജൻസ്കറിയ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നിങ്ങൾ ഒരാളെ എടുത്ത എഫേർട്ട് പോലെ നിങ്ങൾ ഇനി എടുക്കാൻ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ വന്നിട്ട് നിങ്ങളെ മുമ്പിൽ സംസാരിക്കും, ഉറപ്പായിട്ട് സംസാരിക്കും. അത്രയ്ക്കും ബുദ്ധിമുട്ട് അനുഭവിച്ച സ്ത്രീകളുണ്ട്. അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. ഇവിടുത്തെ സൈബർ ലോ ഒന്നുമല്ല, നത്തിങ് ആണ്. അതുകൊണ്ട് മാത്രമാണ് ഇയാൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. ഇയാൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇയാൾ ഇനി തിന്നത് മതി. ഇനി ഇയാൾ തിന്ന സാധനങ്ങളൊക്കെ ഛർദ്ദിക്കട്ടെ. ഇനി അയാൾ തിന്നണ്ട. ഇനി ഈ വക പരിപാടിയായിട്ട് ഇറങ്ങിത്തിരിക്കരുത്. ഒരു മറുനാടൻ മറുത എന്ന് പറഞ്ഞൊന്നും ഇറങ്ങിത്തിരിക്കരുത്. മറുത അത് തന്നെയാണ്, അതുകൊണ്ട് ഇറങ്ങിത്തിരിക്കരുത്. ഈ കുട്ടിയെ വിൽക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞ വേറെ ഒരു ഫാമിലിയെ വെച്ചാണ് കളിച്ചതെന്ന് പറഞ്ഞല്ലോ, അവരെന്ത് പറഞ്ഞു പിന്നീട്? ഇല്ല, മുങ്ങിയ ഒരാളിന്റെ ഫാമിലിക്കെതിരെ കേസ് കൊടുത്തപ്പോ അവര് പോയി ജാമ്യം എടുത്തിട്ട് ഇപ്പൊ മാറി നിൽക്കുകയാണ്, ഒരു പ്രശ്നമില്ലാതെ. ആ ഫാമിലിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ ഇതൊക്കെയാണെന്നും ഈ സ്ത്രീ ഉൾപ്പെടെ ഉള്ള ആളുകൾ, അതായത് ഈ പെൺകുട്ടി ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇത് എന്താ പറയാ, ഇതിന് വേണ്ടിയിട്ട് അവര് എന്തെങ്കിലും തടഞ്ഞിട്ടുണ്ടാവണം. അതിന് വേണ്ടിയിട്ട് ഒരു എന്നെ കൊടുക്കണം എന്നുള്ള അജണ്ട എങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പ്രതികരണം തന്നെയാണ്. ഞാൻ പ്രതികരിക്കുന്നത് പലപ്പോഴും സംഘപരിവാറിനെതിരെയും എനിക്ക് ഇഷ്ടമില്ലാത്ത ഇടങ്ങളിലൊക്കെ എൻ്റെതായിട്ടുള്ള പേഴ്സണൽ റിയാക്ഷൻസും ഒക്കെ സ്വാഭാവികമായിട്ട് പലരുടെയും കണ്ണിനെ ചൊറിപ്പിക്കും. പിന്നെ ഷാജൻസ്കറിയൊക്കെ അറിയാം, 2017 മുതൽ ഇയാൾ കൊടുത്ത ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവരും ഇതുവരെയും കളിച്ച പോലുള്ള രീതിയിലല്ല, എവിടെ നിന്നൊക്കെയോ പെണ്ണുങ്ങളുടെ അടുത്ത് നിന്ന് വരാനുള്ള സാധ്യത ഉണ്ട്, അത് ദിയയുടെ അടുത്ത് നിന്നൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഒരു സംഭവം അയാളുടെ ഉള്ളിലുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അയാളെ നമ്മളെ മോശപ്പെടുത്തി താഴ്ത്തി കെട്ടിയിട്ടല്ലേ അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ. ഈ ലാസ്റ്റ് സമയത്ത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭാഗ്യേച്ചി ഇയാളുടെ അടുത്ത് സംസാരിച്ചു. നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, നിങ്ങൾ കൊടുക്കുന്ന ന്യൂസ് എന്താന്നൊക്കെ ചോദിച്ചു. ചേച്ചി പറഞ്ഞ വോയിസ് റെക്കോർഡൊക്കെ എടുത്ത് ഇയാൾ വെളിയിൽ ഇട്ടിട്ട് ഇയാൾ എന്തോ വലിയ സ്ഥാപനം നടത്തുന്ന പോലെ സ്ഥാപിക്കലാണ്. ഇയാൾ ഒരിടത്ത് വന്ന് അങ്ങോട്ട് ഇരുന്നിട്ട് പ്രബുദ്ധ കേരളത്തിന്റെ ആനയാണ്, ചക്കയാണ്, മാങ്ങയാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഇൻട്രൊഡക്ഷൻ ഒക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് പച്ചയ്ക്ക് അങ്ങ് അവരാധിക്കാന്നേ. അതിനകത്ത് ഇപ്പൊ ഞാൻ അപരാധം എന്ന് പറയുന്ന വേർഡായിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത്, ബാക്കി ഉപയോഗിക്കും. എന്നിട്ട് അങ്ങ് വലിച്ചങ്ങ് കീറുക. സമൂഹത്തില് മാന്യമായിട്ട് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ പല ബിസിനസ്സുകാരുടെ ബിസിനസ് മേഖലകളെ ചെന്ന് ചികഴ്ന്നെടുത്ത്, ഒരു കേസ് പോലും മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല, ചികഴ്ന്നെടുത്ത് അവരുടെ കുടുംബത്തെ തകർക്കുക, അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുക, ഇതൊക്കെയാണ് ഇയാൾ ചെയ്യുന്ന പരിപാടി. കഥയുണ്ട്, അതിന്റെ തെളിവുണ്ട്. തെളിവുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ തെളിവുകൾ വ്യക്തികളെ അപ്ഡേറ്റ് ആയി പോകും. എന്റെ പ്രശ്നം അവിടെയാണ്. ഈ വ്യക്തികൾ അപ്ഡേറ്റ് ആയി പോകും. ഈ വ്യക്തികൾ ഇപ്പോഴും ഭയന്നിട്ടിരിക്കുന്നവരാ. വെല്ലുവിളിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് സിറ്റുവേഷണലി ആ സദ്യനൊരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ആളിന് ഓൾറെഡി അവർ അബ്യൂസിങ്ങിന് ഇരയായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ വില്ലിങ് ആവുന്ന സാഹചര്യത്തിൽ ഞാൻ അതിനെ പ്രൊഡ്യൂസ് ചെയ്യാം. നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഷാജൻസ്കറിയെ പോലെ ഒരു യൂട്യൂബർ ഇപ്പോൾ മാറി നിൽക്കുന്നു, ഒളിവിൽ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം വന്നു കഴിഞ്ഞ് ഇന്റർവ്യൂ കാണുമ്പോൾ പറയില്ല, അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവ് കാണിക്കാൻ തയ്യാറാണോ? അല്ല, തെളിവ് കാണിക്കാൻ ഞാൻ വില്ലിങ് ആണ്. എനിക്ക് തെളിവിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇയാള് ബ്ലാക്ക് മെയിൽ ചെയ്ത ആളുകൾ കൂടി വില്ലിങ് ആവണം ഞാൻ ഇത് കൊടുക്കാൻ. എനിക്ക് തന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് കൊടുത്തോ എന്ന് പറയണം. അതെ. പിന്നെ അവര് പേടിച്ചിട്ടല്ലേ ഓൾറെഡി പൈസ കൊടുത്തിട്ട് സെറ്റിൽ ചെയ്ത് കളഞ്ഞത്. ന്യൂസുകൾ വരെ അവർ ഇല്ലാതാക്കി കളഞ്ഞില്ലേ. ഈ സിറ്റുവേഷൻ ഇപ്പോഴത്തെ ഈ കേസ് വന്നില്ലായിരുന്നു, ഇപ്പൊ കുറച്ചൊന്ന് ക്രൈസിസിൽ പെട്ടായിരുന്നല്ലോ, കുറച്ച് ആളുകൾ കൂട്ടം കൂടി ഒരു ബുള്ളിങ് വന്നായിരുന്നല്ലോ പുള്ളിക്കെതിരെ. അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് ഈ സാധനങ്ങളൊക്കെ പറഞ്ഞത്. ഇതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം എനിക്ക് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കെതിരെ ഇയാൾ നടത്തിയ അലിഗേഷൻസും പ്രശ്നങ്ങൾ മാത്രമായിരുന്നു. എനിക്ക് ഈ ബിസിനസ് പരമായിട്ടുള്ള സംഭവം ഒരു കേസ് വന്നത് ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ അടുത്ത സമയത്താണ്. അതിന്റെ കാര്യം പൈസ അയച്ചത് ഉൾപ്പെടെ പൈസ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ടല്ലേ ഈ ഒരു കുട്ടിയെ വിൽപ്പന നടത്തുന്നു എന്നൊരു വാർത്ത വന്നപ്പോൾ കുടുംബപരമായിട്ട് തന്നെ തകർന്നു പോയ ഒരു വ്യക്തിയാണല്ലോ അല്ലെ? ഞാൻ ഇന്നും അത് കേൾക്കുമ്പോൾ എനിക്ക്
കാരണം ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളാണ്. അതെ. ചൈൽഡ് വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിന്നിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും അവരുടെ ആരോഗ്യ സംരക്ഷണ സുരക്ഷയും മാനസിക ആരോഗ്യ ഇടങ്ങളൊക്കെ നോക്കിക്കണ്ട് നമ്മൾ ആ പിള്ളേർക്ക് മോട്ടിവേഷനൊക്കെ കൊടുക്കുന്ന മനുഷ്യരാണ്. അപ്പം അതൊക്കെ അങ്ങനെ അത് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കാൻ എന്താണ് കാരണം? അതിനകത്ത് അങ്ങനെ ഒരു ക്രിയേറ്റഡ് സ്റ്റോറി വരാൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു കുഞ്ഞിന് പടം വരച്ചെന്നും പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നത്തിൽ ആ സ്ത്രീയുടെ ഭർത്താവായിരുന്ന ഒരു മനുഷ്യനാണ് ഇതിന് തിരികൊളുത്തുന്നത്, ഇങ്ങനെ ഒരു ഐഡിയ കൊടുക്കുന്നത്. കാരണം ഈ സ്ത്രീക്ക് ഇത്തരത്തിലൊരു പോക്സോ കേസ് വന്നു. അപ്പോ ഈ പോക്സോ കേസിന്റെ പേരിൽ ഇവള് അറസ്റ്റിലായി എന്ന് കണ്ടപ്പോ എന്റെ ഫ്രണ്ടാണ് അവള്. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഭയങ്കര ഇമോഷണലൊക്കെ ആയി കരയൊക്കെ ചെയ്തു. അപ്പം അവളുടെ പ്രശ്നം വന്നപ്പോഴേ തകർന്നു പോയ ദിയ ഇതുപോലൊരു കേസാണെങ്കിൽ തകരും. അങ്ങനെ ഈ ഐഡിയ ഇട്ട് കൊടുക്കുന്നത് ഇവളുടെ ആദ്യത്തെ ഹസ്ബൻഡാണ്. അയാളാണ് ഇതിട്ട് കൊടുക്കുന്നത്, ഈ ഐഡിയയിൽ നിന്ന് തുടങ്ങി ഇവരൊരു ഗ്യാങ് ആയി ഇവർ കളിച്ച കളിയാണ്. എന്നിട്ട് ഇയാൾ കൂടുതൽ കൊണ്ടുവന്ന് തിരുവനന്തപുരത്തുള്ള ഒരു ട്രാൻസ് വുമണിനെ കൊണ്ടുവന്ന് അവരാണെങ്കിൽ അവരൊക്കെ ഒരു ക്രിമിനൽ കേസിൽ പ്രതികളായിട്ട് അവരുടെ കൂടെ കൂട്ടി നിൽക്കുന്ന ആളുകളൊക്കെ ആണ് അവരെന്ന് പറയുന്നത്. അതും ഞാൻ ഇതിനു മുമ്പ് ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇടയിലായാലും ഇപ്പം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ട്. അപ്പൊ അവരെ വെളിയിൽ കൊണ്ടുവരണമല്ലോ. അപ്പൊ ഒരു ട്രാൻസ് വുമൺ ഒരു സ്ത്രീയായ ഒരു കുട്ടിയെ അബ്യൂസ് ചെയ്യാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ അത് വളരെ ക്ലിയർ ആയിട്ട് അവർ ആ കുട്ടിക്കൊപ്പം പെൺകുട്ടിക്കൊപ്പം നിൽക്കുകയും ആ കുട്ടിയുടെ കേസിന് പോവുകയും ഒക്കെ ചെയ്തിരുന്ന സാഹചര്യത്തിൽ അവരുടെ സുഹൃത്തായിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീ, അവര് ട്രാൻസ് വുമൺ ആണ്, അവരും കൂടെ വന്ന് ഇവിടെ വന്നിട്ട് ഞാൻ ചീറ്റിങ് നടത്തി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് അവർക്ക് കൊടുത്ത ഒരു വണ്ടിയുടെ ഒരു പേപ്പറും ഒരു ഇതൊക്കെ വെച്ചിട്ട് അതായത് ക്രിയേറ്റഡ് ഒരു സാധനം ഞങ്ങൾ ഹെൽപ്പ് ചെയ്തതിനെ മറിച്ച് വെച്ച് നമുക്കെതിരെ ഒരു അലിഗേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ പലരെയും ഇയാളുടെ ചാനൽ വഴി കൊണ്ടുവന്നു. എന്നാൽ ഞാൻ 100 രൂപ ഉണ്ടാക്കണ ആയിക്കോട്ടെ, 500 രൂപ ഉണ്ടാക്കണം, 1000 ഉണ്ടാക്കണം, അതൊക്കെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ അത്തരത്തില് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ വന്നു. എനിക്ക് പല ആവർത്തി ഞാൻ ഇന്ന് അയാൾക്ക് നേരെ ഇത്രയും വലിയൊരു ഇത് വരുന്ന സമയത്തല്ല ഞാൻ ഇറങ്ങി വന്നിട്ടുള്ളത്. ഇതിനു മുമ്പും എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇയാൾക്കെതിരെ നിരന്തരം പ്രതികരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഒക്കെ ഇരിക്കുന്ന ആളാണ്. പലരുടെയും മാനസികാവസ്ഥയ്ക്ക് ബുദ്ധിമുട്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രശ്നം ഞാൻ പറയുമ്പം ആളുകൾ ചോദിക്കും, നിങ്ങൾ എന്ത് നാട്ടുകാരുടെ പ്രശ്നം പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ച പോലെ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിച്ചു. പക്ഷെ എൻ്റെ പ്രശ്നത്തിനെക്കാട്ടിലും വലിയ പ്രശ്നമുണ്ടായി. കുടുംബം തകർന്ന് തെരുവിലാകപ്പെട്ട് സമാനഹാനി നഷ്ടപ്പെട്ട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഇന്നും പല സ്ത്രീകളുണ്ട് എൻ്റെ അറിവിൽ. ഇവരെല്ലാം പുറത്തേക്ക് ചാടണം, വരും. അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് ചാടണം. 1, 2, 3 സ്ത്രീകൾ വന്ന് സംസാരിക്കാൻ വില്ലിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ അതിന് വില്ലിങ് ആണ്. ഒരുപാട് മാധ്യമ ചാനലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പലരും പലതും സംസാരിക്കുമ്പോഴും അയാൾക്കെതിരെ സംസാരിക്കാൻ ആരും വിളിച്ചിരുത്തി സംസാരിക്കാറില്ല. മേ ബി അവരെല്ലാവരും ഭയക്കുന്നു തന്നെയാണ് ഞാൻ പറയുള്ളൂ. നല്ല രീതിയിൽ പേടിക്കുന്നത് കൊണ്ടാണ് ഇവനെയൊക്കെ പോലുള്ള ഊളകളെ പേടിക്കുന്നത്. പോട്ടെന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യണം. മാധ്യമധർമ്മമല്ല നിർവഹിക്കുന്നത്, അവരത് പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാധ്യമധർമ്മമല്ല. ഞാൻ ഒരിക്കലും അതിന് പറയില്ല. ഇവിടെ പല മാധ്യമങ്ങളെയും പല വിഷയങ്ങളും വിമർശിക്കുമ്പോഴത്തേക്കും ഞാൻ ഒരിക്കലും അതൊരു ധർമ്മമല്ല എന്നുള്ള രീതിയിൽ ഞാൻ അധികം സംസാരിച്ചൊന്നും പോയിട്ടില്ല. ചില വിഷയങ്ങളിൽ തമ്പ് ഒക്കെ കൊടുത്ത് ടൈറ്റിലൊക്കെ കൊടുക്കുന്നതിനകത്തുള്ള വിമർശനങ്ങളുണ്ട് എന്നുള്ളതിലപ്പുറത്തേക്ക് അവരാരും ജേർണലിസം കഴിഞ്ഞ് മാധ്യമപ്രവർത്തകരല്ലാത്ത ആൾക്കാരൊന്നും അല്ല. അതുകൊണ്ട് തന്നെ അതിനെ മനസ്സിലാക്കാം. പക്ഷെ ഇയാൾ ചെയ്യുന്നത് അപരാധ പ്രകടനമാണ്, മാധ്യമധർമ്മമല്ല. ഇനിയിപ്പം ദിയ കുറെ കാര്യങ്ങൾ വ്യക്തത വരുത്തിയാണ് പോകുന്നത്. ഇപ്പം കേസൊക്കെ നടക്കുകയാണ്. ഇനി ഇത് ചിലപ്പോൾ പോലീസും ഇത് ഉപയോഗിക്കാം, ഈ ചിലപ്പോൾ ഇന്റർവ്യൂ ഉപയോഗിച്ചെന്നൊക്കെ വരാം. അപ്പോഴും ദിയ പറയാൻ തയ്യാറായിരിക്കണം. എന്തെന്ന് ഇപ്പം നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, ആത്മഹത്യ ചെയ്യാൻ ചെയ്ത പെൺകുട്ടികളുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ദിയയുടെ അടുത്ത് ഈ കാര്യങ്ങൾ നമ്മൾ മൊത്തത്തിൽ യൂട്യൂബർമാരെ കുറിച്ച് ചോദിച്ചു പോയപ്പോൾ സയൻസ് കരയുടെ കാര്യം ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പറയാൻ പോയത് ദിയ സയൻസ് കരയെ കുറിച്ചാണ്. അല്ല, എനിക്ക് ഇതിനകത്ത് ഇപ്പൊ സംസാരിച്ചതിനകത്ത് വളരെ റെലവെന്റ് ആയിട്ട് ചോദിച്ച ചോദ്യവും ഇതാണ്. എനിക്ക് ഇതിനകത്താണ് ആൻസർ പറയാൻ ഏറ്റവും കൂടുതൽ തോന്നിയത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇതൊരു വലിയ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പല ആവർത്തി പല ആളുകളോട് അങ്ങോട്ടൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട്
എന്തുകൊണ്ട് നിങ്ങൾ ചർച്ചയ്ക്ക് ഇരുത്തി സംസാരിക്കുന്നില്ല? അപ്പോഴും നിങ്ങളൊക്കെ പറയണമെന്ന് വെച്ചാൽ അയാൾക്ക് റീച്ച് കൊടുക്കുന്നത്. എന്താ അയാൾക്ക് റീച്ച് കൊടുക്കുന്നത്? ഒരു ബോൺ ആൻഡ് ബോൺ ക്രിമിനൽ ആയിട്ടുള്ള ഒരു മനുഷ്യന് റീച്ച് കൊടുക്കുന്നത് എന്ത് കഥയിൽ ഉൾപ്പെടുത്തണം? നിങ്ങൾ ഒരു കൊലപാതക ഇന്ന ആൾ കൊല ചെയ്തു എന്ന് പറയാറില്ലേ? അതേമാതിരി തന്നെ ഒരു ക്രിമിനലാണ്, അയാളെ പറ്റിയിട്ട് സംസാരിക്കണം. കുറച്ച് നാളും കൂടെ അല്ലേ സംസാരിക്കുള്ളൂ. അയാൾ ഒരു തെറ്റുകാരനാണെന്നുള്ളത് പ്രൂവ് ആകുമ്പോഴത്തേക്ക് അയാളെ പിടിച്ചകത്തിടൂലേ? അതോടുകൂടി ആ ശല്യം നിൽക്കുമല്ലോ എന്നുള്ള ലെവലിലാണ് അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നിയാസനയെ വിലങ്ങിടാറായില്ല എന്നൊക്കെ. ഞാൻ ഈ ലോകത്ത് അതിന് മാത്രം വലിയ അക്രമമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക ഇടങ്ങളിലൊക്കെ കാണുന്ന വലിയ 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 പ്രശ്നങ്ങളും മതത്തെയും ഇതിനെയും രാഷ്ട്രീയവും ഒക്കെ തമ്മിലടിക്കുന്ന പ്രശ്നങ്ങൾ, ഇതുപോലെയൊന്നും ഒരു വിഷയത്തിനകത്ത് ഞാൻ ഇന്ന് വരെ ഇൻവോൾവ് ആയിട്ടില്ല. എനിക്ക് ഇന്ന് ആകെ ഉള്ളത് നമ്മളെ ആത്മാഭിമാനമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ആളുകൾ ടോർച്ചർ ചെയ്യുന്നിടത്തുണ്ടാവുന്ന പ്രതികരണങ്ങൾ മാത്രം, അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടുള്ള മനുഷ്യർക്ക് അനുഭവിക്കേണ്ടി വരുന്ന മാനസിക ശാരീരിക പീഡനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ഇടങ്ങളിൽ പ്രതികരിക്കുക മാത്രം ചെയ്യുന്ന ഒരാളാണ്. അവൾ അടിക്കണമെന്ന് വിചാരിച്ചോ തല്ലണമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ ഇതാവണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. ഗതികെട്ട റിയാക്ഷൻസ് വന്നു പോകുന്ന അവസ്ഥയാണ്. അത് മനുഷ്യനാണ് നമ്മൾ. തീർച്ചയായിട്ടും നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കുക. അത് ഏത് രീതിക്കും പ്രതികരിക്കാം. നമ്മൾ ആ സമയത്ത് തോന്നുന്നതാണ് പ്രതികരണം. ആത്മഹത്യ എന്ന് പറഞ്ഞ ഒരു നിമിഷത്തിന്റെ ചിന്തയെന്ന് പറയുന്ന പോലെ ആ പ്രതികരണം അതുപോലെ ഒരു നിമിഷം ചിന്തിക്കുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കുന്നത്. അതൊക്കെ കൃത്യമാണ്. ഇപ്പൊ കൃത്യമായ കുറെ കാര്യം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. തെറ്റുകളിൽ നിന്നാണ് ഞാൻ ശരികളെ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഒരിക്കലും ഷാജൻ സ്കറിയ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഞാൻ ഈ സംസാരിച്ച ഒരു വിഷയങ്ങൾ ഒരിക്കലും ഒരു തെറ്റാവില്ല. 2017 മുതൽ ഇങ്ങോട്ട് 2023, 17, 18, 19, 20, 21, 22, 23, 7 കൊല്ലം. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇനിയൊന്നുമില്ല. ഇനിയും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ആ ട്രോമ ഇതുവരെ മാറിയിട്ടൊന്നുമില്ല. അയാൾ അറസ്റ്റ് ചെയ്താൽ പോലും മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നീതി കിട്ടുമായിരിക്കും മേ ബി ഏതെങ്കിലും ഒരു കേസിന്. അതാ ഞാൻ പറഞ്ഞത്, ഇതിവിടെ കിട്ടുന്നത് എൻ്റെ കേസും അല്ലല്ലോ, ഏതെങ്കിലും ഒരു കേസിനായിരിക്കുമല്ലോ. അവിടെ എല്ലാവർക്കും നീതി കിട്ടിയെന്നങ്ങ് വിശ്വസിക്കുക. പോരാടിയ എല്ലാവർക്കും ഒരുമിച്ച് നീതി കിട്ടുമെന്ന് വിശ്വസിക്കുക അല്ലെ. എന്തായാലും കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. സിനിമാ മേഖലയിലും ഉണ്ട്. ഇപ്പം ഉമറിന്റെ പടത്തിലായിരുന്നു അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ട് അല്ലെ, അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വന്നു. സിനിമയിലേക്ക് തന്നെ തുടരുന്നുണ്ടോ? ഇനി സിനിമയിൽ തുടരുന്നുണ്ട്. ഞാൻ ശങ്കർ സാർ എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് ഡയറക്ടറിന്റെ കൂടെ ഒരു വർക്ക് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തന്നെ. പക്ഷെ അതിനകത്ത് പ്രൊഡക്ഷൻ സൈഡ് ഡീൽ ചെയ്യാൻ കിട്ടിയ ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പം പ്രൊഡക്ഷനും ഉണ്ട് സൈഡിൽ കൂടെ. അപ്പം ഡയറക്ഷൻ സിനിമ ക്യൂർ ഒരു മൂവി ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ടിട്ടാണ് ഡയറക്ഷൻ ഒന്ന് നോക്കി പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അത് ബന്ധങ്ങൾ നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് അവരുടെ ഇടയിലൊക്കെ എപ്പോഴും അഭിനയിക്കണമെന്നല്ലേ? അഭിനയമില്ല. ജീവിതത്തിൽ ഒത്തിരി അഭിനയിച്ചല്ലോ, ഇനിയിപ്പോ അഭിനയിക്കാൻ എളുപ്പമല്ല. അതിന്റെ ഇടയിൽ കൂടെ ഇട്ട് കൊട്ടിത്തരണം കേട്ടോ ഇങ്ങോട്ടുണ്ടെങ്കിൽ. ജീവിതത്തിൽ അഭിനയിച്ചോണ്ട് ഇത് എളുപ്പമാകുന്നു ചോദിച്ചാൽ ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഈ ലാസ്റ്റ് ഇന്റർവ്യൂവിന്റെ ലാസ്റ്റ് സമയം കൊണ്ടുവന്ന് നിങ്ങൾ അനുഭവിച്ച അനുഭവം അഭിനയമല്ലേ? അനുഭവമല്ലേ? അത് അഭിനയിച്ചു തീർത്തല്ലോ നമ്മള്. അതെ അതെ, അനുഭവം അഭിനയിച്ചു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ പല സങ്കടങ്ങൾ ഒതുക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, അതാണ് അഭിനയാന്ന് വെച്ചാൽ. ജീവിതത്തിൽ അഭിനയം എന്ന് വെച്ചാൽ ഇത് പറഞ്ഞത് ആ രീതിക്കല്ല, അനുഭവങ്ങൾ അഭിനയിച്ചു തീർത്തു. പല സങ്കടങ്ങൾ ഒതുക്കി വെച്ച് ചിരിച്ചു കളിച്ചോ, അതൊരു അനുഭവം അഭിനയമല്ലേ? അങ്ങനെ അഭിനയിക്കാൻ കഴിവുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാം. അത് പറ്റത്തില്ല. അത് നമ്മളടുത്ത് ക്യാമറയ്ക്ക് പിന്നിലാണ് താല്പര്യം, പിന്നിലാണ് താല്പര്യം. ബിഗ് ബോസ് ആര് വിൻ ചെയ്യും? ഒറ്റ പേരെ പറയാവുള്ളൂ. നാദ്ര വിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഞാൻ ചോദിച്ചിട്ടില്ല. ആര് വിൻ ചെയ്യും? വിൻ ചെയ്യുന്നത് അഖിൽ മാരാറായിരിക്കും. എന്തുകൊണ്ട്? നാദ്ര വിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിൻ ചെയ്യണം അഖിൽ മാരാറായിരിക്കും. ആര് ആഗ്രഹം ചോദിച്ചാൽ നാദ്ര. ആഗ്രഹമല്ല ചോദിച്ചു, വിൻ ചെയ്യുന്ന ആരാന്ന് വെച്ചു. ഗെയിമർ എന്നുള്ള രീതിയിൽ അതിനകത്ത് നന്നായിട്ട് ഗെയിം കളിച്ചത് അഖിൽ മാരാറാണ്. സോ അതുകൊണ്ടിട്ട് അഖിൽ മാരാറ് വിന്നർ ആവുമായിരിക്കും. ഡോക്ടർ റോബിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എനിക്ക് ഒരു അഭിപ്രായമല്ല, പ്രത്യേകിച്ച് അയാൾ അച്ഛനെ പറ്റിയിട്ടാണെങ്കിൽ അഭിപ്രായമുണ്ട്. എന്താണ് അച്ഛനെ കുറിച്ച് അഭിപ്രായം? അച്ഛന്റെ ഭീഷണിയൊക്കെ ഇടയ്ക്ക് മെസ്സേജ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വാർത്ത ചെയ്തതാണ്. വിമർശനമായിട്ട് ഞാൻ സംസാരിച്ചതിന്റെ പേരിൽ അച്ഛൻ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. വെയിറ്റ് ആൻഡ് സീ, വിൽ ക്യാച്ച് യു ലേറ്റർ, ഞാൻ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഭീഷണി. ഞാൻ പറഞ്ഞു ഓക്കെ അമ്മാവാന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഒരു ജീനെ ഉണ്ടായിരിക്കുള്ളൂ. അല്ല, അവൻ പാവമാണ് കേട്ടാ. റോബിന്റെ അതെയോ? എന്തുകൊണ്ട് പാവം? അച്ഛനാണ് ആള്, ഇതിൻ്റെതാണ് വിത്ത്. അതുകൊണ്ട് അല്ലേ? ഈ തവണത്തെ ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. എങ്ങനെയാണ് വിലയിരുത്തൽ ഈ തവണത്തെ ബിഗ് ബോസ്? നല്ല ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ 5 സുഹൃത്തുക്കളായിരുന്നു.
എനിക്ക്. ഒന്ന് ഉമർ, ഒന്ന് മരിയ അറിയാലോ, പിന്നെ ഒന്ന് ശോഭ, നാദ്ര, ഒമർ, അഖിൽ, 6 പേര്. 6 പേരായിരുന്നു സുഹൃത്തുക്കളല്ലേ? വളരെ സീസൺ 1 ഉണ്ടായിരുന്നല്ലേ തുടക്കം? ഹനാൻ ഉണ്ടായിരുന്നു, ദേവുന് അറിയാം എനിക്ക്. ജസ്റ്റ് 8 പേര് എനിക്ക് ഫ്രണ്ട്സ്, 7 പേര് ഭയങ്കര നല്ല സുഹൃത്തുക്കളാ ഈ പറഞ്ഞവരെല്ലാവരും. അപ്പൊ അതുകൊണ്ടിട്ട് എനിക്ക് ആരെയും വിലയിരുത്തൽ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രത്യേകിച്ച് പ്രശ്നങ്ങളുള്ളത് ടപ്പ് എന്ന് പറഞ്ഞ് തീരുന്നത് ഒരു നല്ലൊരു ക്വാളിറ്റിയാണ്. പക്ഷെ ബീയിങ് ഒറിജിനൽ എന്ന് പറയുന്ന ടൈറ്റിലിന് ആപ്റ്റ് അല്ല അത്. കഴിഞ്ഞ വർഷത്തെ കളേഴ്സിനെടുത്ത് ഇപ്പുറത്തിട്ടിട്ട് ഇതിനെടുത്തിട്ട് അപ്പുറത്ത് കൊടുക്കണമായിരുന്നു 8ാം സീസണിൽ, സോറി 4ാം സീസണിൽ കൊടുക്കണമായിരുന്നു. അപ്പൊ പക്ക മാച്ച് ആയത്. നിലവില് അഖിൽ മാരാർ വിൻ ചെയ്യുന്നുള്ള വിശ്വാസത്തിലാണല്ലേ? ആണ്. ഗെയിമർ എന്ന നിലയിൽ, ഗെയിമർ എന്നുള്ള അത് ഗെയിം പ്ലാറ്റ്ഫോമാണ്. അവിടെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക വിഷയങ്ങളൊന്നും സംസാരിക്കണം, നമുക്ക് രാഷ്ട്രീയവും മതവും ഒന്നും പാടില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടിട്ട് ഈ 2ാമത്തെ സീസൺ നടക്കുമ്പോഴും 3, 4 നടക്കുമ്പോഴൊക്കെ കുറേയൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ചില പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വെളിയിൽ ഒരുപാട് നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആവും, അതിനൊരു വസ്തുത ഉണ്ട്. പക്ഷേ ഈ ലോകത്തിന്റെ കണ്ണാടി അല്ലെങ്കിൽ ഇതിന്റെ നമ്മുടെ ലോകത്തിന്റെ ഒരു പ്രതിച്ഛായ ആയിട്ടുള്ള ഒരാളിനാണ് ടൈറ്റിൽ കിട്ടുമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ സോക്കോൾഡ് ഇടത്ത് ആരായിരിക്കും ടൈറ്റിൽ എന്നുള്ളത് യൂഹിച്ചാൽ മതി. പക്ഷെ അഖിൽ മാരാർ മറ്റ് ടോക്സിക് മനുഷ്യന്മാരെ പോലെ, മറ്റ് സീസണിൽ വന്ന ടോക്സിക് മനുഷ്യന്മാരെ പോലെ അത്രയും പ്രശ്നകരമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അയാൾ അനുഭവിച്ച് വളർന്നു വന്നതിൽ പഠിച്ചു വന്ന കുറേ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ അയാൾ പിടിച്ചു വെച്ചിട്ട് അങ്ങനെയാണ് പെണ്ണുങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരു വർത്തമാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് മേ ബി എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ സംസാരിക്കുന്ന സമയത്തൊക്കെ അവൻ സൈലൻ്റ് ആയിട്ടിരുന്ന് ആ വിഷയമൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് അത്തരം വിഷയങ്ങളിൽ ഒരു ഇതില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്രയും ഈ ടോക്സിക് ഫാൻസിനെ കൊണ്ടുവന്ന് മാസ് ബുള്ളിങ് ഒക്കെ ചെയ്ത് ആളുകളെ ഭയങ്കരമായിട്ട് ആക്രമിക്കുന്ന അത്തരത്തിലുള്ള ഫാൻസും ഇല്ല അയാളിൽ. ഒരു ജെനുവിൻ സപ്പോർട്ടീവ് സിസ്റ്റം. മേ ബി ഇപ്പം നാദ്രയൊക്കെ അത്യാവശ്യം നമ്മളുടെ പോലെയൊക്കെ സംസാരിക്കുകയും നമ്മളുടെ പോലെയൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യരാണ്. നാദ്ര പോലും ഇപ്പൊ കുറെ നാളിന് ശേഷം ഇപ്പോഴത്തെ ഗെയിമിന്റെ ഒരു പോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഖിലിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ അഖിൽ എന്ന് പറയുന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റും. അഖിലിന്റെ വൈഫ് വന്നിട്ട് നാദ്രനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് എന്ന് മാത്രമല്ല മറ്റുള്ള എല്ലാവർക്കും അഭിമാനകരമാവുന്ന രീതിയിലാണ്. അപ്പൊ അവരൊക്കെ അത്രയും ഫോർവേഡാണ്. അതേ ലക്ഷ്മിയൻ എന്ന് പറയുന്നുണ്ട്, ഞാനിപ്പോ അഖിൽ മാരാറിന്റെ വൈഫല്ല, ഞാനിപ്പോ കലിപ്പന്റെ കാന്താരിയാണ്. പല സാധനങ്ങളും അതിനകത്ത് ഡൈവേഷൻ. അപ്പൊ ചിലതൊക്കെ മനസ്സിലാക്കിയൊക്കെ വരുമായിരിക്കും, ചിലതൊക്കെ പഠിക്കുമായിരിക്കും. പിന്നെ അതിനകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറൊരു സ്ഥലത്തും പറഞ്ഞായിരുന്നു, മധുവിന്റെ വിഷയത്തിൽ പ്രതികരിച്ച ഒരു രീതി ഭയങ്കര മോശമായി പോയി. അത് നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. അത് മാത്രം അത് ഉള്ളിലുള്ള സാധനം ഇറങ്ങി വന്നത് തന്നെ പറയാൻ പറ്റും. പക്ഷെ അതെന്തുകൊണ്ടോ പക്ഷെ പറയുന്നത് കേട്ടിട്ട് അതിന് ശരിക്കും ഫീലായിട്ട് ആള് ക്ഷമ ചോദിക്കാൻ വില്ലിങ് ആവുന്ന ഒരു ക്വാളിറ്റി അങ്ങേർക്കുണ്ട്. അത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ലാലേട്ടന് മുമ്പിൽ ക്ഷമാപണം നടത്തി തന്നെ വേണ്ട. അതിനെതിരെ കേസ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മളെ ദിശയൊക്കെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്തരായെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് ഭയങ്കര അത് മാത്രം അത് എപ്പോഴും പറയും. അത് അഖിലിന്റെ ഫ്രണ്ട് ഉണ്ട് ഹരി, അവൻ എൻ്റെ ഫ്രണ്ടാ. ആ ഹരിയായിട്ട് ഞാൻ സംസാരിക്കാൻ പറയടാ, ആ ഒരു വിഷയം മാത്രം അത് മാറ്റിക്കഴിഞ്ഞാൽ അഖിലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഇതുവരെ അവനിപ്പോൾ പെണ്ണുങ്ങളെ അടിക്കണം എന്നൊക്കെ പറയുന്നത് വെച്ചാൽ അവൻ വേറൊരു സെൻസിലൊക്കെ പറഞ്ഞതിന് ഗെയിമാണല്ലോ. ഒബ്വിയസ്ലി കൂട്ടി കുഴച്ച് ഗണിച്ച് ഹരിച്ച് കൊണ്ടുവരും. നമ്മളിപ്പം മൂഡ് താങ്ങിക്കോ എന്ന് പറയുന്ന ഒരു സ്പേസിന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ആണ് ജുനൈസും ശോഭയൊക്കെ സത്യം പറഞ്ഞ. പക്ഷേ മൂഡ് താങ്ങിക്കോ എന്ന് പറയുന്നതിനെ വേറെ രീതിയിലേക്ക് അവർ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറയുന്നത് അയ്യോ അത് ഇമ്പോസിബിൾ. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അനിയൻ മിഥുൻ പറഞ്ഞ കാര്യം വലിയ വിവാദമായില്ലേ? അനിയൻ മിഥുൻ പറഞ്ഞ കാര്യത്തിൽ അനിയൻ മിഥുന് പേഴ്സണലി ഭയങ്കരമായിട്ട് എന്താ പറയാ മാസ്സായിട്ടൊരു അറ്റാക്കിങ് നടത്തുന്നതിനോടുള്ള ചെറിയ വിയോജിപ്പുണ്ട്. വിയോജിപ്പ് എന്താണെന്ന് വെച്ചാൽ അയാളുടെ പ്രൊഫഷനെ ചോദ്യം ചെയ്തുകൊണ്ട് ആളുകൾ കളിക്കുന്ന ഗെയിമിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. അയാൾക്ക് സംസാരിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ചില പാകപ്പിഴകളിൽ അയാളുടെ പ്രൊഫഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ മിസ്മാച്ചിങ് നടന്നിട്ടുണ്ടാവാം. ബട്ട് അയാളൊരു ഉഷു പ്ലെയർ ആണെന്നുള്ളത് വസ്തുതയാണ്. അതേസമയം അയാളുടെ സ്റ്റോറി ഒരു ക്രിയേറ്റഡ് സ്റ്റോറി തന്നെയാണ് ഒബ്വിയസ്ലി. അതിൻ്റെ പേരിൽ കേസ് ഇപ്പം മേജർ രവി സാർക്ക് വന്നിരുന്ന് സംസാരിച്ച് കേസ് എടുക്കാന്നൊക്കെ പറഞ്ഞ് അവർ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എപ്പോഴും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണ്ട. ശരി, കേസ് കൊടുക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഞാനതിനൊരു പൊട്ടബുദ്ധിയിൽ തോന്നിയ ഒരു സിനിമാ കഥയെ കണ്ണുമടച്ച് പറഞ്ഞിട്ട് ആളുകളുടെ മുമ്പിൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത
ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുത്തനായിട്ട് മാത്രമേ എനിക്ക് അതിനകത്ത് അതിൽ തന്നെ ഉറച്ചു നിന്നു. പിന്നെ ആന്ന് ലാലേട്ടൻ വന്നിട്ട് ഉറച്ചു കുറെ നിന്നു. പ്രാവശ്യം ചോദിച്ചപ്പോഴെങ്കിലും മനസ്സിലാക്കണ്ടേ എന്നിട്ട് ഉറച്ചു എവിടെ നിന്നു. പാളിച്ച പറ്റിയെന്ന്. അല്ലെങ്കിൽ ധൈര്യമായിട്ട് പറയാം, സാറേ എന്നെ പിടിച്ച് എല്ലാം കൂടെ പുഷ് ചെയ്ത് ആദ്യമേ അങ്ങോട്ട് കഥ പറയാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരു സിനിമ കഥ ഞാൻ പറഞ്ഞാണെന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് ആയിട്ട് ചിരിച്ചു തള്ളു ആൾക്കാർ. ബിഗ് ബോസ് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഏത് എപ്പിസോഡിലായിരിക്കും? ചിരിച്ചതോ? കടലപ്പാട്ട് കേട്ടിട്ട്. പിന്നെ ആ നാദ്രയുടെ അത് കേട്ടിട്ട് തിന്നോണ്ടിരുന്ന ഫുഡ് ഇങ്ങനെ തെറിച്ചു പോയി. അതെനിക്ക് മറക്കാൻ. ലാലേട്ടൻ ഏറ്റവും കൂടുതൽ ചിരിച്ച ഏതാന്ന് നടക്കുന്നുണ്ട്? ലാലേട്ടൻ റിനോഷിന്റെ വാളി ചോദിച്ചും പോയല്ലേ അബദ്ധം പറ്റി പോയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത്രയും ഒരു ചിരി നമ്മൾ കാണുന്ന ചിരിച്ച് കണ്ണ് നിറഞ്ഞു പോയി. അതൊരു വല്ലാത്തൊരു മൂവ്മെന്റ് ആയിരുന്നു. പിന്നെ എനിക്ക് ഈ ഷോയുടെ പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സാധനം ഞാൻ ശരിക്കും പറഞ്ഞാൽ ചിരിച്ചു അമ്മാതിരി ആക്ടിങ് ആണെന്ന് നോക്കണെന്ന് പറഞ്ഞു. കട്ട് ഓഫ് എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞു, ഓ വീട്ടിലുള്ളവരെല്ലാം അങ്ങോട്ട് പേടിച്ചു. പക്ഷെ ലാലേട്ടൻ ജെന്യൂൻ ആയിട്ട് വിഷയം പറഞ്ഞ സത്യം തന്നെയാണ്. പക്ഷെ അവിടെ ഒരു കോണ്ടന്റ് വേണം, അതിന് വേണ്ടിയിട്ടാണ് കട്ട് ഓഫ്. ലാലേട്ടന് ഒരു എഗ്രിമെന്റ് ചെയ്തിട്ട് നിൽക്കുന്ന മനുഷ്യനാണ്. ഇവർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ് ലാലേട്ടന് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ലാലേട്ടന് സ്വന്തമായിട്ട് കട്ട് ഓഫ് പോണോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്നൊന്നും അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഓരോരുത്തരും അവരവരുടെ തൊഴിലിന് അതിൻ്റെതായിട്ടുള്ള ഒരു എഗ്രിമെന്റിലാണ് നിൽക്കുന്നത്. ലാലേട്ടൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ അടുത്ത് നഷ്ടപരിഹാരം ചോദിക്കൂലേ അവര്, നിങ്ങൾ ഇറങ്ങിപ്പോയത്. അപ്പൊ ഇതെല്ലാം ഇവരുടെ ഒരു മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ്. അപ്പൊ ഇത് അറിയാന്നുള്ളതുകൊണ്ട്, ഈ ടെക്നിക്കൽ സാധനം അറിയാന്നുള്ളതുകൊണ്ട് അതിൽ ഞാൻ ചിരിച്ചു. പിന്നീട് അതിൽ ഞാൻ അത് ആദ്യം ചിരിച്ചു ഞാൻ. ഓ പിന്നെ ഇതൊക്കെ പറയാം അടുത്ത ആഴ്ച നോക്കിയാ വരുമ്പോഴത്തേക്ക് അപ്പൊ നാണമില്ലാതെ വന്നിരുന്നതാ ലാലേട്ടൻ അല്ലേ. ബിഗ് ബോസ് ഒത്തിരി പേര് കാണുന്ന ഷോ ആണ്. ആ ഷോയിൽ പോയി പങ്കെടുത്ത് തിരിച്ചു വന്ന് രണ്ടാമത് കയറിയിട്ട് ഏഷ്യാനെറ്റിന് വരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ചില വിദ്വാന്മാർ, അവരുടെ പൈസ വാങ്ങി അവിടെ പോയി വരുന്ന വിദ്വാന്മാരൊക്കെ ഇവിടെ ഉണ്ട്. സ്വന്തം ഭക്ഷണം പൈസ കൊടുത്ത് അവര് മേടിച്ചു കൊടുത്ത് അവിടെ തന്നെ കുത്തുവാന്നുള്ള സംഭവങ്ങളൊക്കെയാണ്. പല സുഹൃത്തുക്കളുടെ അടുത്തും ബിഗ് ബോസിൽ എങ്ങനെ കയറാമെന്ന് ചോദിച്ച ഒരു ആളാണ് കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ആ ജനശ്രദ്ധ നേടിയ ഒരാളെന്ന് പറയുന്നത്. അതായത് ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഇൻബോക്സിൽ വന്നിട്ട് എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുക, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വേണം എന്ന് പറഞ്ഞ് അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ വരെ ഉണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞേ എങ്ങനെ കയറാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് ഈ ഫോളോ ചെയ്തിരുന്ന എല്ലാവരെയും അൺഫോളോ ആക്കിയിട്ട് 0 ഫോളോ ആക്കിയിട്ട് അങ്ങ് കയറി അകത്ത്. എന്നിട്ട് എല്ലാം പ്രീ പ്ലാനിങ് ഗെയിം വർക്ക് ചെയ്ത് വെച്ചിട്ട് കയറി അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നത് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് പോലെ ഒരു ഷോ, അവിടുത്തെ ക്രൂ എക്സ്ട്രീമാണ്. എത്ര ഇൻ്റർവ്യൂകളിൽ അവിടുത്തെ ക്രൂ ചാനലൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞ് അവസാനം ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് കാല് പിടിച്ചെന്ന് ചാനൽ. എന്തായാലും ഒത്തിരി നേരം നമ്മൾ സംസാരിച്ചു. ദിയയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഞാനും വിശ്വസിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചെടുത്തു എന്ന് ഞാനും വിശ്വസിക്കുന്നു. ഇനിയും പോരാടണം. ജീവിതത്തിൽ പോരാട്ടമാണ് ഒരു വിജയം ഉണ്ടാവുള്ളൂ. ഒരു കയറ്റമുണ്ടെങ്കിലും ഒരു ഇറക്കമുണ്ടാവും എന്നുള്ള നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിൽ യാത്ര ചെയ്യുക. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ ആരുമല്ലാതെ എടി എന്ന് വിളിച്ചാൽ എടാ എന്ന് തിരിച്ചു വിളിക്കാൻ തൻ്റെ ഇടം നമുക്ക് വേണം. അതാണ് നമ്മുടെ ജീവിതത്തിന് വേണ്ടത്. അല്ലാതെ നമ്മൾ അവിടെയൊന്നും മിണ്ടാതെ പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ അക്രമം ഉണ്ടാവുക. തീർച്ചയായും വിളിക്കാതെ പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ നമ്മളെ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. Thank you. Thank you so much. Thank you.